ഈ കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രിയുടെ പ്രത്യേകത ഞങ്ങൾ ആരുമല്ല, രാജാതി രാജാവിൻ്റെ സാന്നിധ്യമാണ്. അത് ഇന്ന് രാത്രിയിൽ ഈ പന്തലിലുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളൊന്നുയർത്തി ശക്തിയോടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. ഈ ഹാളിൻ്റെ മുറ്റത്ത് പരസ്യമായ സ്ഥലത്ത് ഇങ്ങനൊരു കൺവെൻഷൻ നടത്തുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ ദേശത്തോടെ സംസാരിക്കാൻ വേണ്ടിയാണ്. നമുക്കെന്താണ് വേണ്ടത്? കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. ദേശത്തിന് എന്താണ് വേണ്ടത്? ദേശത്തോട് സംസാരിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ കർത്തൃപാദപീഠത്തിലായിരിക്കുമ്പോൾ വളരെ ലളിതമായൊരു സന്ദേശം ഈ പ്രാരംഭ രാത്രി സംസാരിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, അതിന് 2-ാം ഭാഗം ഞാനിവിടെ വായിക്കുകയാണ്. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. ആ വാക്യം ഇങ്ങനെയാണ്: ഒരുത്തൻ അത്രേ നിങ്ങളുടെ നായകൻ, ക്രിസ്തു തന്നെ. നമുക്ക് കണ്ണുകളടച്ച് കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ട് ഈ കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രി വളരെ പ്രതീക്ഷയോടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പക്ഷേ ഭവനങ്ങൾക്കകത്തിരുന്ന് ഈ വചനം ശ്രവിക്കുന്നവരുണ്ടാകാം, തെരുവീതികളിൽ നിന്ന് വചനം ശ്രവിക്കുന്നവരുണ്ടാകാം. എന്താണ് കർത്താവെ ഇന്ന് രാത്രി പങ്കുവെക്കാനുള്ളത്? അത് ഇന്ന് പങ്കുവെക്കപ്പെടണമേ എന്ന് എല്ലാവരും നാവ് തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. വേദിയിലിരിക്കുന്ന ദൈവദാസന്മാരെല്ലാം അഭിഷേകം പ്രാപിച്ച ആത്മനിറവിൽ കർത്താവിനെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളൊക്കെ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. അധരങ്ങളൊന്ന് ചലിക്കട്ടെ അല്പസമയം. കരങ്ങളൊന്ന് ചലിപ്പിക്കാൻ കഴിയുമെങ്കിൽ കരങ്ങളൊന്ന് ചലിക്കട്ടെ അല്പസമയം. കരങ്ങൾ ഉയർത്താൻ കഴിയുമോ, കരം അടിക്കാൻ കഴിയുമോ, ദൈവാത്മാവ് പ്രേരണ തരുന്നത് പോലെ അല്പസമയം കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ട്. വചനം ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടാൻ തടസ്സമായി വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ അതെത്ര പ്രബലമാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ മാറുവാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ നാവ് തുറന്ന് അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ട്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. പ്രാരംഭ സമയം തന്നെ ആ ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി അനുഭവിക്കുന്ന ദൈവമക്കളുടെ കരങ്ങൾ ചലിച്ചു തുടങ്ങട്ടെ, അധരങ്ങൾ ചലിച്ചു തുടങ്ങട്ടെ. ഒരുമിച്ച് അല്പസമയം കർത്താവിന് മഹത്വം കൊടുക്കാം. കർത്താവ് വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. അതിലുപരി പ്രാർത്ഥിക്കുന്നു. കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രി ഞങ്ങളോട് സംസാരിക്കാനുള്ളത്, ദേശത്തോട് സംസാരിക്കാനുള്ളത് ഒരു മറയും കൂടാതെ കർത്താവ് ഇന്ന് രാത്രി സംസാരിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ, ആമേൻ. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ചില ആഴ്ചകൾ മാത്രം പിന്നിട്ട് നമ്മുടെ നാട്ടിലെ പ്രാദേശിക നേതാക്കളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട സമയമാണ്. ഇനി ചില മാസങ്ങൾക്ക് ശേഷം വലിയൊരു തിരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കാൻ പോകുകയാണ്, നിയമസഭാ തിരഞ്ഞെടുപ്പ്. അതിൻ്റെ കോലാഹലങ്ങളൊക്കെ ഇങ്ങനെ മുഴങ്ങിക്കേൾക്കുന്നൊരു സമയത്ത്, തിരഞ്ഞെടുപ്പിൻ്റെ ഏകദേശം ഒരു പാരമ്യത്തിൽ നിൽക്കുന്ന സമയത്ത് ലോകം കണ്ട ഏറ്റവും വലിയ നേതാവിനെക്കുറിച്ച് ഇന്ന് രാത്രി പരസ്യമായി പ്രസ്താവിക്കുന്നത്, പ്രസംഗിക്കുന്നത് അഭിമാനമാണ്. ഉലകനായകൻ എന്ന് അതിശയോക്തിയില്ലാതെ ഏച്ചുകെട്ടില്ലാതെ പറയാൻ കഴിയുന്ന ഇത്രത്തോളം കിടയറ്റ തികവൊത്ത കരുത്തുറ്റ മറ്റൊരു വ്യക്തിപ്രഭാവം ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഭാരതത്തിൻ്റെ ഋഷിവരനായിരുന്ന സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യവൃന്ദം ഒരു നല്ല കൂട്ടം, അദ്ദേഹം ഒരിക്കൽ ഉച്ചയൂണ് കഴിഞ്ഞിങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, ഒരു ചോദ്യം, ലോകം കണ്ട ഏറ്റവും വലിയ സമ്പൂർണ്ണ മനുഷ്യരെന്ന് പറയാൻ കഴിയുന്ന ചിലരെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? അദ്ദേഹം പറഞ്ഞു, അത് അസാധ്യമാണ്. പക്ഷെ ഒരുവനെ ഞാൻ പരിചയപ്പെടുത്താം. അത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിൻ്റെ പച്ചമണ്ണിൽ ഇറങ്ങി വന്ന യേശു ക്രിസ്തുവാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിൽ കുറിച്ചിരിക്കുന്ന വാക്കുകൾ അതുപോലെ ഞാനങ്ങ് പറയാം. എന്നെ സ്വാധീനിച്ച വ്യക്തിത്വങ്ങൾ ആരെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പലരുമുണ്ടാകും. പക്ഷേ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളിച്ചത് മറ്റൊരു ഹൈന്ദവ പണ്ഡിതൻ്റെ വാചകമാണ്. അദ്ദേഹത്തിൻ്റെ പേര് KP കേശവമേനോൻ എന്നാണ്. അദ്ദേഹത്തിന് മനോഹരമായൊരു പുസ്തകമുണ്ട്, യേശുദേവൻ. ഈ പുസ്തകത്തിൻ്റെ അവസാനം, അദ്ദേഹം ക്രിസ്ത്യാനിയല്ല, പെന്തക്കോസ്തുകാരനല്ല, അദ്ദേഹം ഒരു ഹൈന്ദവ പണ്ഡിതനാണ്. ആ പുസ്തകത്തിൻ്റെ അവസാനത്തെ പേജിൽ ഈ പുസ്തകം എഴുതിയതിനെക്കുറിച്ചുള്ള അനുഭവം അദ്ദേഹം വിവരിച്ചിരിക്കുന്നത് ഞാൻ അതുപോലെ അങ്ങ് പറയാം. ഞാൻ എഴുതി തുടങ്ങിയത് യേശുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. എന്നാൽ എഴുതി താളുകൾ മുമ്പോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇദ്ദേഹം സാധാരണക്കാരനല്ല, അസാധാരണക്കാരനാണ്. എന്നാൽ എഴുതി തീർന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരു സന്ദേഹവുമില്ലാതെ പറയാം, ചരിത്രത്തിൽ ഇങ്ങനെ ഒരാൾ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാൻ പോകുന്നുമില്ല.
എൻ്റെ പ്രിയപ്പെട്ടവരെ, കുമളിയുടെ ഈ നാട്ടിൽ നിന്നുകൊണ്ട് നിരവധി രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിക്കേട്ട, നിരവധി മഹാരഥന്മാർ യാത്ര ചെയ്ത ഈ നാട്ടിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അഭിമാനത്തോടെ ഞാൻ വിളിച്ചു പറയുകയാണ്, യേശുവിന് പകരം വെക്കാൻ മറ്റൊരു നേതാവ് ഉലക ചരിത്രത്തിൽ ഇല്ല. ലോകത്തിൽ ആദ്യം പുസ്തകം ഇറങ്ങിയത് ബൈബിളാണ്. കേരളത്തിൽ ആദ്യം പുറത്തിറങ്ങിയ പുസ്തകത്തിൻ്റെ പേര് സംക്ഷേപ വേദാർത്ഥം. അതൊരു ക്രിസ്തുവിനെ പ്രമേയമാക്കിക്കൊണ്ടൊരു പുസ്തകമാണ്. ഭാരതത്തിൽ ആദ്യം ഇറങ്ങിയ പുസ്തകം ഒരു തമിഴ് പുസ്തകമാണ്, തമ്പുരാൻ വണക്കം എന്ന് പറയുന്നൊരു പുസ്തകം. അതും യേശുവിനെ പ്രമേയമാക്കിക്കൊണ്ടുള്ളതാണ്. ഇത് പഴയ കാലത്തെ കഥ മാത്രമല്ല, ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോഴും ലോകത്തിൽ ഏറ്റവും അധികം അച്ചടിക്കപ്പെടുന്നത് ബൈബിളാണ്. ഏറ്റവും അധികം ആളുകൾ വായിക്കുന്നത് ബൈബിളാണ്. ഏറ്റവും അധികം ആളുകൾ പ്രസംഗിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തെ ആസ്പദമാക്കിയാണ്. ഇനി ഒന്നുകൂടെ പറയാം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്ന ആരാധ്യ പുരുഷനും മറ്റൊരാളല്ല, നസ്രയനായ യേശുക്രിസ്തുവാണ്. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നത് ഞങ്ങളെ ആരെയും കാണാനല്ല, നമ്മുടെ ഹൃദയത്തിനകത്ത് വന്ന ഈ ആരാധ്യ പുരുഷനായ ക്രിസ്തുവിനെ ആരാധിക്കാനാണ് ഞാൻ കടന്നു വന്നത്. ആ യേശുവിനെ സേവിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നുറപ്പുള്ളവരെ കരമൊന്നടിച്ച് കർത്താവിന് ഒരുമിച്ചൊന്ന് ആരാധന കൊടുക്കാം. യേശുവിന് പകരം വെക്കാൻ മറ്റൊരു നേതാവില്ല. ഹല്ലേലൂയ. യേശു എന്തുകൊണ്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് എന്നറിയപ്പെടുന്നത്? അതിൻ്റെ 10 കാരണങ്ങൾ ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് ദേശത്തും കടന്നു വന്നവർക്കും അന്വർത്ഥമാകുന്ന രീതിയിലാണ് സംസാരിച്ച് മുമ്പോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം 2 വാക്യങ്ങൾ എബ്രായ ലേഖനത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു വിടാം. സമയത്തിൻ്റെ കുറവ് മൂലമാണ് വായിപ്പിക്കാത്തത്. എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ യേശുവിനെ കണ്ടുകൊണ്ട് എബ്രായ ലേഖന കർത്താവ് അഭിമാനത്തോടെ വിളിച്ചു പറയുകയാണ്, അവൻ വിശ്വാസത്തിൻ്റെ നായകനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ നായകന്മാരുടെ എല്ലാം പ്രത്യേകത കാര്യസാധ്യത്തിന് വേണ്ടി കൂടെ കൂട്ടും. കാര്യം കഴിയുമ്പോൾ കറിവേപ്പില പോലെ എടുത്ത് കളയും. ആരോഗ്യമുണ്ടെങ്കിൽ, സമ്പത്തുണ്ടെങ്കിൽ, സൗന്ദര്യമുണ്ടെങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ എല്ലാ നേതാക്കന്മാർക്കും നമ്മളെ വേണം. പക്ഷേ ഇതൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആർക്കും നമ്മളെ വേണ്ട. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ആത്മാർത്ഥതയുള്ള ബന്ധങ്ങളാണെങ്കിൽ പോലും, അത് അപ്പനാകട്ടെ, അമ്മയാകട്ടെ, മക്കളാകട്ടെ, ആരുമാകട്ടെ, കല്ലറയിൽ വരുമ്പോഴെങ്കിലും അവർ ബൈ ബൈ പറയും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ സേവിക്കുന്ന, നിങ്ങൾ സേവിക്കുന്ന യേശുവിനെ കുറിച്ച് അഭിമാനത്തോടെ ഞാൻ പറയാം, കൂടെ കൂട്ടിയ ചതിക്കാത്ത, വഞ്ചിക്കാത്ത, എന്തിന് കല്ലറയിൽ പോലും കൈവിടാതെ കരം പിടിച്ച് നിത്യതയോളം എത്തിക്കാൻ കഴിവുള്ള ഒരേ ഒരു നേതാവേ ഉള്ളൂ, അത് നസ്രയനായ യേശുക്രിസ്തുവാണ്. ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നവർ അധികവും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം പറയാം, നമുക്ക് വിളിക്കാൻ ഒരു അപ്പനുണ്ടെന്നുള്ളതാണ്. എൻ്റെ ഒരു കൂട്ടു സഹോദരൻ, ഒരു PYP-യിലുള്ളൊരു സഹോദരനാണ്. അവൻ ഒരു 10-32 വയസ്സ് പിന്നിട്ടൊരു ചെറുപ്പക്കാരൻ. അവൻ്റെ ജീവിതത്തിൽ വലിയ ടെൻഷൻ, വലിയൊരു പ്രതിസന്ധി കടന്നു വന്നു. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ലൈവൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് പറയുന്നില്ല. പക്ഷെ അവൻ്റെ കുഴപ്പം കൊണ്ടല്ല, സംഭവിച്ചു പോയി. പക്ഷെ അങ്ങനെ വന്നപ്പോൾ ഇവൻ ജീവിതത്തിൽ കടന്നു പോകുന്ന ടെൻഷൻ്റെ നടുവിൽ ഇവനെ ഒന്ന് സ്വാന്തനിപ്പിക്കാൻ വേണ്ടി അവൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ്. ഞാൻ പോകുമ്പോഴും കാറിനകത്ത് ഏകദേശം 1/2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. പോകുന്ന സമയത്തും എൻ്റെ മനസ്സിനകത്തെ ചിന്ത, ഞാൻ ഇവനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും, എങ്ങനെ ഇവനെ ആശ്വസിപ്പിക്കണം, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച ഞാൻ പറയാം. നേരെ അവൻ്റെ വീട്ടിലേക്ക് സിറ്റൗട്ട് വഴി അകത്തോട്ട് ചെന്ന് കയറുമ്പോൾ എന്നെ കണ്ട ഇവൻ ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ചു, അച്ചാച്ച എന്നും പറഞ്ഞ് അകത്തോട്ട് കൊണ്ടുപോയി. എന്നോടിന്ന് സംസാരിക്കുക. മിനിറ്റുകൾ മുമ്പോട്ട് പോയി. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇവൻ്റെ വിഷയത്തെക്കുറിച്ച് ഇവൻ സംസാരിക്കുന്നില്ല. ദൈവികമായ കാര്യങ്ങളും ഇവൻ്റെ ഹൃദയത്തിനകത്തെ സന്തോഷവും അല്ലലില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചിന്തിച്ച് ഇവന് വല്ല പ്രശ്നമുണ്ടോ? എന്നിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതിരുന്നപ്പോൾ ഞാൻ ചോദിച്ച്, എടാ നിനക്ക് ടെൻഷനൊന്നുമില്ലേ? അപ്പം എന്നോട് പറഞ്ഞ കാര്യം, എന്നാ ടെൻഷനാച്ചാ, അപ്പാ എന്ന് വിളിക്കാനൊരു ദൈവവും, കയ്യെ പിടിക്കാനൊരു പ്രിയനും, ചേർത്ത് പിടിക്കാനൊരു നാഥനും ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ഇന്ന് ടെൻഷൻ ഇല്ലാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും കൈവെക്കുമെന്ന്. എല്ലാവരും കൈ താത്തിടും. കാര്യം എല്ലാവർക്കും ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ ടെൻഷൻ ഉള്ളപ്പോഴും നമ്മളിവിടെ കടന്നു വന്ന് പരിസരം മറന്ന് ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ കാര്യം നമുക്ക് നല്ലൊരു അപ്പനെ കിട്ടിയത് കൊണ്ടാണ്. ഞാൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സെക്കുലർ പ്രഭാഷണം കേൾക്കുകയാണ്. ആ സെക്കുലർ പ്രഭാഷണം കേട്ട സമയത്ത് തന്നെ ഞാൻ ആവേശത്തോടെ ദൈവത്തെ സ്തുതിച്ചു. അതിൻ്റെ കാര്യം ഞാൻ പറയാം. അദ്ദേഹം ക്രിസ്ത്യാനിയല്ല, പെന്തക്കോസ്തുകാരൻ, ഒരു സെക്കുലർ പ്രഭാഷകനാണ്. ഒന്നുകൂടെ പറഞ്ഞൊരു വ്യത്യസ്തമാണ്. അദ്ദേഹം മതങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക. അദ്ദേഹം പറഞ്ഞു, ലോകത്തിൽ 4000 തൊട്ട് 10,000 വരെ മതങ്ങളുണ്ടെന്ന്. എന്നിട്ട് ഓരോ മതങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഞാൻ പറയാം. പക്ഷേ ഇത്രയും മതങ്ങളുണ്ടെങ്കിലും
ക്രിസ്ത്യാനിക്ക് മാത്രമുള്ളൊരു നിസ്തുല്യത, വിശിഷ്ടത എന്താണെന്ന് ചോദിച്ചാൽ അവനും മാത്രമേ ഉള്ളെന്ന് അവൻ്റെ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ ഭാഗ്യം. ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വരുമ്പോഴും സന്തോഷത്തോടെ കരമൊന്ന് ഉയർത്തിയിട്ട് ഇങ്ങനൊരു അപ്പനെ എനിക്ക് കിട്ടിയത് എന്ത് വലിയ ഭാഗ്യമാണേ. ഈ ഹൃദയം കലങ്ങി മറിഞ്ഞിരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു അടുത്ത് വന്ന് ഇവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകണ്ട. അപ്പം ശിഷ്യന്മാർ, എൻ്റെ മനസ്സിലെ ചിന്ത ഞാൻ പറയുന്നത്, മനസ്സുകൊണ്ട് ചോദിച്ചാണ് അങ്ങക്ക് ഇതൊക്കെ പറയാം, പക്ഷെ ഇനി ഞങ്ങൾക്ക് ആരുണ്ട്? അങ്ങ് പോയി കഴിയുമ്പോൾ ഞങ്ങൾ അനാഥരായി. പക്ഷെ കർത്താവ് അവരോട് പറഞ്ഞു വരുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഭാരമുണ്ടെങ്കിൽ മുട്ടുമേലിരുന്ന് അപ്പ എന്ന് വിളിച്ചാൽ ഇറങ്ങി വരാമെന്നല്ല, ഞാൻ നിങ്ങളുടെ അടുക്കലുണ്ട്. പിന്നെന്തിനാ ഭാരം? ഞാൻ ഈ ചില നാളുകൾക്ക് മുമ്പ് ഒരു വിദേശ രാജ്യത്താണ് ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കുകയാണ്. വെള്ളി രാവിലെ വൈകിട്ട്, ശനി രാവിലെ വൈകിട്ട്, ഞായറാഴ്ച ഉച്ചയ്ക്ക്, അങ്ങനെ ആ യോഗം തീരുന്നേ. അപ്പം ഈ മീറ്റിങ്ങിൻ്റെ ഏറ്റവും മുമ്പിൽ ഒരു സഹോദരൻ വന്നിരിക്കും. പാട്ട് പാടുന്ന സമയത്ത് ഡിസ്കോ കളിക്കുന്ന പോലെയാണ് പാട്ട് പാടുമ്പം ഡാൻസ് കളിക്കുന്നത്. പ്രസംഗിക്കുന്ന സമയത്ത് കൈയടിച്ച് പ്രതികരണമാണ്. അടുത്തിരിക്കുന്നവരാരും പ്രസംഗം കേൾക്കാൻ പോലും സമ്മതിക്കത്തില്ല. അപ്പം എനിക്ക് തന്നെ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പം ഞാൻ ചിന്തിച്ചു, ഈ പുള്ളിക്ക് നേരം മര്യാദയ്ക്കിരുന്നൂടെ? ഒരാൾ പ്രസംഗിക്കാൻ സമ്മതിക്കത്തില്ല. അതുപോലെ ആ ഒരു കൂട്ടത്തിനിടയിൽ ബഹളമായി ഇദ്ദേഹം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ ഒരു 50 പ്രാവശ്യമെങ്കിലും ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ചിന്തിച്ച് പോയത് പോലും ക്ഷമിക്കണേ. സാക്ഷ്യം എന്താണെന്നറിയാം? ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി. ഞായറാഴ്ച ആരാധന കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. ഭാര്യയും ഭർത്താവും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുകയാണ്, ഞാൻ എതിർവശത്തിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പാസ്റ്ററെ, ലിവർ ക്യാൻസർ ആയിരുന്നു, 4th സ്റ്റേജ് പിന്നിട്ടതാണ്, ദൈവം എന്നെ സൗഖ്യമാക്കിയതാണ്. അപ്പം ഭാര്യ അപ്പുറത്തിരുന്ന് സാക്ഷ്യം പങ്കുവെക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിന് ചർച്ചിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിലും ഓടി നടക്കുന്ന ഒരു മനുഷ്യൻ, ഇദ്ദേഹത്തിൻ്റെ പേര് വിനോദം എന്നാണ്. പെട്ടെന്ന് ചർച്ചിൻ്റെ മുന്നിൽ നിന്നൊരാൾക്ക് ക്യാൻസർ, അത് 4th സ്റ്റേജ് പിന്നിട്ടെന്ന് അറിഞ്ഞപ്പോൾ സഭ തകർന്നു പോയി. ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചർച്ചുകാർ വന്നു. നല്ല സ്ട്രോങ് ചർച്ചാണ്. 150 പേര് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ചുറ്റും ഇരുന്ന് കൈകോർത്തു പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ, സംഭവിച്ച കാര്യം ഞാൻ പറയാം. ദിവസങ്ങൾ മുമ്പോട്ട് പോയി, ആഴ്ചകൾ മുമ്പോട്ട് പോയി. ഈ വിനോദം മരിച്ചതുമില്ല, രക്ഷപ്പെട്ടതുമില്ല. ആ ഒരു പരുവത്തിൽ ഇങ്ങനെ പോവാൻ. അവസാനം 150 പേരൊക്കെ പ്രാർത്ഥിക്കാൻ വരാനുണ്ടായിരുന്നു. പിന്നെ അത് പതുക്കെ 120ആയി, 70ആയി, 50ആയി. അവസാനം പ്രാർത്ഥിക്കാൻ ഒരെണ്ണമില്ല. എന്നിട്ട് ആ സഹോദരി പറഞ്ഞ കാര്യം എന്നെ അല്പം ഒന്ന് വേദനിപ്പിച്ചു. എന്നെ പറയും, എന്നോട് പറഞ്ഞു, എല്ലാ ആഴ്ചയും ഞങ്ങളുടെ കൂടെ ശാപ്പാടടിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചങ്കായിട്ട് കൂടെ നടന്ന് ഞങ്ങളുടെ ചർച്ചിലെ 2 കുടുംബങ്ങളുണ്ട്. പക്ഷേ അവസാനം ഒരാളും പ്രാർത്ഥിക്കാനില്ലാതിരിക്കുമ്പം ഞങ്ങൾ അവരെ വിളിച്ചപ്പോൾ അവർ പോലും ഞങ്ങളുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. കാര്യം എല്ലാവരുടെയും ആ കാര്യം, ഇത് അവരുടെ കുഴപ്പമല്ല. പക്ഷെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിലാണ് വന്ന് കിടക്കുമ്പോഴായിരിക്കും അച്ഛന് വയ്യ എന്നും പറഞ്ഞ് വിളിക്കുന്നേ. അങ്ങനെ ഇവരെല്ലാവരും മടുത്തു. അവസാനം ആ ചർച്ചിൻ്റെ പാസ്റ്റർ വന്നിട്ട് ഈ സഹോദരിയോട് പറഞ്ഞു, ഇനി പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കല്ലേ, പോട്ടെ. ഈ സഹോദരി എന്നോട് പറയാണ്, ഞങ്ങളുടെ പാസ്റ്റർക്ക് അത് പറയാം, പക്ഷേ എൻ്റെ ദൈവദാസരെ, എനിക്ക് 2 പറക്കം പറ്റാത്ത പെൺകുഞ്ഞുങ്ങളാണ്. എൻ്റെ ഭർത്താവ് പോയാൽ അവർ അനാഥമാവും. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, പാസ്റ്ററും എൻ്റെ കൂടില്ല, വിശ്വാസികളും എൻ്റെ കൂടില്ല. എന്നാൽ എന്നെ വിളിച്ച ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ആ ദൈവം ആരെന്നുള്ള തിരിച്ചറിവ് വന്നപ്പോൾ എൻ്റെ സകല നിരാശയും മാറി. 4 ദിവസമായി നാറ്റം വെച്ച ലാസറിൻ്റെ കല്ലറയ്ക്ക് നിന്നുകൊണ്ട് വിശ്വസിച്ച നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് പറഞ്ഞൊരു നാഥനെയാണ് ഞാൻ വിളിക്കുന്നെങ്കിൽ എനിക്കുറപ്പായിരുന്നു കർത്താവ് സൗഖ്യം തരുമെന്ന്. ഞാൻ മുട്ടുമ്മേൽ ഇരുന്ന് അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പം ആ സഹോദരൻ പറയാണ്, എൻ്റെ വൈഫിൻ്റെ പ്രാർത്ഥനയാ പാസ്റ്ററെ സൗഖ്യത്തോടെ എന്നെ ഇവിടെ നിർത്തിയത്. ഞാൻ കൈയടിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ തുള്ളിച്ചാടാതിരിക്കാൻ പറ്റുമോ? ഞാൻ ആരാധിക്കാതിരിക്കാൻ പറ്റുമോ? ഇന്ന് രാത്രിയിൽ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു ദൈവത്തെ നമുക്ക് സേവിക്കാൻ ഭാഗ്യം കിട്ടിയെന്ന് ഉറപ്പുള്ളവർ, പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാക്കാൻ ശക്തനെ ഉറച്ചിരിക്കുന്നു. ഇങ്ങനൊരു അപ്പനെ സേവിക്കാൻ ഭാഗ്യം കിട്ടിയ ദൈവമക്കൾ ഒരുമിച്ച് ആ കരമടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ട് ഈ കൺവെൻഷന്റെ പ്രാരംഭ രാത്രി അപ്പന് മക്കള് കൊടുക്കുന്നതാണ് ആരാധനയെങ്കിൽ അത് ഈ പന്തലിനകത്ത് വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ. അപ്പൊ അതുകൊണ്ട് ഈ കൺവെൻഷൻ പുറത്തു വെച്ച് നടത്തുന്ന ഒരു കാര്യം, നമ്മൾ മക്കളായെങ്കിൽ മക്കളാകാൻ വേണ്ടി വിളിക്കപ്പെട്ട ചിലത് ഈ ദേശത്തിലുണ്ട്. ഈ കൺവെൻഷൻ ഞായറാഴ്ച ആശീർവാദം പറയുന്നതിന് മുമ്പ്
ചിലരുടെയെങ്കിലും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. ഈ യോഗം എന്ന് പറഞ്ഞാൽ മതം മാറ്റത്തിൻ്റെ യോഗം അല്ല, ഇത് മക്കളാകാനുള്ള ഇൻവിറ്റേഷനാണ്. അതിന് 1 രൂപ പോലും മുടക്കുമുതലില്ല. യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അതിന് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി ഈ സുവിശേഷം ചിലരുടെയെങ്കിലും ഹൃദയത്തെ തൊടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ യേശുവിനെ കണ്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അവൻ ആര്? അവൻ വിശ്വാസത്തിൻ്റെ നായകനാണ്. ഇനി 2 എബ്രായ ലേഖനം തന്നെ 2-ാം അധ്യായം 10-ാം വാക്യം യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എബ്രായ ലേഖനകർത്താവ് എഴുതി വച്ചിരിക്കുകയാണ്, അവൻ രക്ഷാനായകനാണ്. രക്ഷാനായകൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അത് കേവലം കടഭാരത്തീന്നോ രോഗത്തീന്നോ വിടുവിച്ച രക്ഷയെക്കുറിച്ചല്ല, മരണം മാറ്റിയ രക്ഷകൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മരണത്തെക്കുറിച്ച് ഭയമില്ലാത്ത ഒറ്റക്കൂട്ടം ദൈവമക്കളാണ്, അല്ലേ? ആണ്. ഇപ്പോഴത്തെ മരണം എന്ന് പറഞ്ഞാൽ പെടും മരണങ്ങളാണ്. ഇപ്പം ബിൻസനും ഞങ്ങളൊക്കെ ഒരു നാട്ടുകാരാണ്. ഞങ്ങളുടെ ഒരു അടുത്തൊരു അച്ചാന്, നല്ല മനുഷ്യൻ, അദ്ദേഹം കാറ്ററിങ്ങിലൊക്കെ ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. തലേന്ന് രാത്രി കൊണ്ടുപോയി ഫുഡൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് വീട്ടിൽ വന്ന് കിടന്നേ 1 മണിയായപ്പോൾ അദ്ദേഹം പോയി. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അവിടെ ഒരു ഹോട്ടൽ പുതുതായിട്ട് തുടങ്ങും. അപ്പോൾ അവിടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നേ, ഭർത്താവും ഭാര്യയും പിള്ളേരും കൂടെ വന്ന സന്തോഷത്തിന് വന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് സന്തോഷമായിട്ട് വീട്ടിൽ പോയി. ഭാര്യയും ഭർത്താവും കൂടെ കിടന്ന് ഉറങ്ങി. രാവിലെ 4 മണിയായപ്പം പ്രാർത്ഥിക്കാൻ വേണ്ടി ഭാര്യ തട്ടി, അച്ഛ 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 പോയി. ആൾ പോയി. നമ്മുടെ അടുത്തൊരു സ്കൂളിൽ നിന്ന് വിളിച്ചാ, കൊച്ചിന് വയ്യ, പെട്ടെന്ന് വരണം, അപ്പൻ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഇനി തലവേദനയാണോ വയറ്റിന് പ്രശ്നമാണോ എന്തോന്നറിയാം എന്ന് പറഞ്ഞാൽ അപ്പൻ ബൈക്കും എടുത്തോണ്ട് പതിയെ പോയതാ. അവിടെ ചെന്നപ്പം അറ്റാക്കായിരുന്നു. 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അപ്പം മരണമൊക്കെ അത്രയേ ഉള്ളൂ, പെടുമരണങ്ങളാണ്. പക്ഷേ സുവിശേഷത്തിൻ്റെ പ്രത്യേകത മരണത്തിനപ്പുറമുള്ള നിത്യജീവൻ പ്രദാനം ചെയ്യാൻ ഇതിന് മാത്രമേ കരുത്തുള്ളൂ. ഇപ്പം ഈ യോഗം അകത്ത് വെച്ച് നടത്തായിരുന്നു, അത്രേ ആളെ ഇന്നെന്തായാലും ഉള്ളൂ. പക്ഷേ അകത്തെന്താ ക്രമീകരിക്കാൻ എന്നറിയാം? ഇത്ര മനോഹരമായിട്ട് ഈ കുമളി സെൻട്രൽ കൺവെൻഷൻ ഇത്രയും നല്ല മ്യൂസിക് ടീം, നല്ല സംവിധാനങ്ങൾ, നല്ല സ്റ്റേജ്, ഇങ്ങനെയൊക്കെ ക്രമീകരിച്ചതിൻ്റെ കാര്യം രോഗസൗഖ്യമല്ല വിഷയം, അല്ല. എന്നാൽ ഇതിനകത്ത് രോഗസൗഖ്യം ഉണ്ട്, ഇല്ലേ? ഉണ്ട്, ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയായിട്ട് അകത്ത് വന്നാലും ആ പ്രതിസന്ധികൾക്കൊക്കെ കർത്താവ് പരിഹാരം തരുമായിരിക്കും. പക്ഷേ ആത്മാർത്ഥമായിട്ട് പറയാം, ഇവരുടെ ആരുടെയും ലക്ഷ്യം അതല്ല. അതൊക്കെ തരാൻ 100,000 സ്ഥലങ്ങളുണ്ടാകാം, പക്ഷെ മരണത്തിനപ്പുറത്ത് നിത്യജീവൻ തരാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, അത് കർത്താവാണ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ രക്ഷാനായകനാണ് ക്രിസ്തു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. നമ്മളെ സ്നേഹിച്ച് നമ്മളെ നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. നമ്മൾ ഈ പ്രകൃതിയിലേക്ക് നോക്കിയാൽ എന്ത് മനോഹരം. ഞങ്ങളുടെ നാട് ഇത്രയും മനോഹരമൊന്നുമല്ല, പക്ഷേ ഇവിടെ മനോഹരമാണ്. പച്ചപ്പ് നിറഞ്ഞ മണ്ണ്, നല്ല ഭൂമി, നല്ല സ്ഥലം. ഇതൊക്കെ കാണുമ്പം നമ്മുടെ മനസ്സിൽ അത്യാവശ്യം വിവരമുള്ളവൻ പറയും ഇതിന് പിന്നെ ഒരു ഡിസൈനുണ്ട്, ചുമ്മാതെ വന്നതൊന്നുമല്ല. ലോകം കണ്ട ഏറ്റവും വലിയ വ്യാജം എന്ന് പറയുന്നത് ഇതെല്ലാം പൊട്ടിമുളച്ചു സ്ഫോടനത്തിലൂടെ വന്നു, ആകാശമൊന്നും തട്ടിയിറക്കി ഒന്നുമല്ല. ഇപ്പം ഞാൻ ഈ പേന താഴേക്ക് വീണു. അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, പക്ഷേ എങ്ങനെയാണ് പേന താഴേക്ക് വന്നത്? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, തന്നെ അങ്ങ് വീണേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും ഇവർ വട്ടാന്ന് പറയും. കാര്യം എന്ത് കാരണമുണ്ടെങ്കിലും, എന്ത് കോസ് ഉണ്ടെങ്കിലും അതിന് പിന്നിലൊരു കാരണമുണ്ട്. അപ്പം ഈ പ്രകൃതി കാണുമ്പം നമ്മുടെ മനസ്സിനകത്ത് വരേണ്ട ഒന്നാമത്തെ കാര്യം എൻ്റെ അപ്പനാണല്ലോ ഇതിനെ സൃഷ്ടിച്ചതെന്നുള്ളതാണ്. അപ്പം നമ്മളെക്കാളും മനോഹരമായ ജന്തുജാലങ്ങളും സസ്യജാലങ്ങളും പറവജാതികളും ഒക്കെ ഇവിടെയുണ്ട്. എന്നാൽ നമ്മുടെ ഒരു വാല്യൂ ഞാൻ പറയട്ടെ, ഇതൊക്കെ മനോഹരമാണെങ്കിൽ ഇതിനെയൊന്നും ദൈവം സൃഷ്ടിച്ചത് കൈകൊണ്ടല്ല, ഇറങ്ങി വന്നുമല്ല, വാക്കിനാൽ സൃഷ്ടിക്കപ്പെട്ടതാ ഇത്. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരാകട്ടെ, മുമ്പിലിരിക്കുന്ന നിങ്ങളാകട്ടെ, വാക്കിനാൽ സൃഷ്ടിക്കപ്പെട്ടവരല്ല, ഇറങ്ങി വന്ന് തൻ്റെ കൈയാൽ നിർമ്മിച്ചവരാണ് ഇതിനകത്തിരിക്കുന്നവർ. ഇനി മനുഷ്യൻ പാപം ചെയ്തപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലിരുന്നിട്ട് വീണ്ടെടുപ്പ് ലഭിക്കട്ടെ എന്ന് കൽപ്പിച്ചവനല്ല എൻ്റെ നാഥൻ, മറിച്ച് നാം പാപം ചെയ്തപ്പോൾ ഇറങ്ങി വന്ന് നമ്മെ വീണ്ടെടുത്തവനാ. ഇത് രണ്ടും കാണാൻ നമുക്ക് ഭാഗ്യം കിട്ടിയില്ല. എന്നാൽ ഇനി മൂന്നാമതൊരു കാര്യം പറയട്ടെ, നമ്മളെ സൃഷ്ടിച്ചത് നമുക്കറിയാം, പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല.
വീണ്ടെടുപ്പിനെ കുറിച്ച് ഈ നാളെ പ്രസംഗിക്കുന്ന ദൈവദാസനും പറയും, ഉറപ്പാണ്. പക്ഷേ അത് നമുക്ക് കാണാൻ ഭാഗ്യം കിട്ടിയില്ല. ഇത് രണ്ടും കാണാൻ ഭാഗ്യം കിട്ടിയില്ലെങ്കിലും ഇനി ഒരു ഇറങ്ങി വരവ് നമ്മൾ കാണും. അതെന്താണെന്നറിയാം? പാപമില്ലാത്ത തൻ്റെ ശുദ്ധരെ ചേർക്കാൻ കർത്താവ് വരുമ്പം അത് അന്യനല്ല, ബൈബിള് വായിച്ചല്ല, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണും. ഞാൻ ആ വാക്യമൊന്ന് പറയാം. പൗലോസ് തെസ്സലോനിക്കയിൽ എഴുതി വെച്ചു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, ഈ ഇറങ്ങി വരും എന്ന് പറയുമ്പം അതൊരു സാധാരണ കാര്യമല്ല. അതുകൊണ്ട് ഇവിടെ ഇപ്പോഴും മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ സഹോദരങ്ങളെല്ലാം മേളിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടിട്ട് ഞാൻ ഈ മൈക്ക് ഇവിടെ വെച്ച് ഓടിപ്പോയി ഇറങ്ങിപ്പോയി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോണം, ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന വില ഭയങ്കരമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ആരോഗ്യത്തോടെ ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാര്യം എന്തെന്നറിയാമോ? അപ്പം വില കൊടുത്തില്ലെങ്കിലും, അമ്മ വില കൊടുത്തില്ലെങ്കിലും, കൂടപ്പിറപ്പുകൾ വില കൊടുത്തില്ലെങ്കിലും, കൂട്ടുവിശ്വാസി വില കൊടുത്തില്ലെങ്കിലും വില കൊടുക്കുന്നൊരു നാഥൻ നമുക്കുണ്ടെന്നുള്ളതല്ലേ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. നമുക്ക് വേണ്ടി ഇറങ്ങി വന്നൊരു ദൈവം. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയാം. അങ്ങനെ ഇറങ്ങി വന്ന് നമ്മുടെ നിത്യമരണം കർത്താവ് മാറ്റിയെങ്കിൽ അതേ ദൈവത്തിന് ഈ ദേശത്ത് ചിലരുടെ നിത്യമരണങ്ങൾ മാറ്റിമറിക്കാൻ കരുത്തുള്ളത് കൊണ്ട് ഈ സുവിശേഷ യോഗം അതിന്ന് രാത്രി സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന. ആ കരമടിക്കാൻ ഒരു മടിയും വേണ്ട. വീട് കിട്ടിയതിൻ്റെ കയ്യടി അല്ല, കാറ് കിട്ടിയതിൻ്റെ കയ്യടി അല്ല, കാശ് കിട്ടിയതിൻ്റെ കയ്യടി അല്ല. നിത്യമരണം മാറിയത് കൊണ്ട് കാണിക്കുന്ന ആവേശമാണ് ആരാധനയെങ്കിൽ അതെന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുറപ്പുള്ളവരെ കരമൊന്നടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഞാൻ കൊല്ലംകാരനാണ്. എന്തായാലും എൻ്റെ കൂടെ 2 കൊല്ലംകാർ വന്നിട്ടുണ്ട്. പിന്നെ വേദിയിൽ കൊല്ലത്ത് ബാക്ക്ഗ്രൗണ്ടുള്ള പലരും ഉണ്ടാവും. അപ്പോൾ ഞാൻ കൊല്ലത്തൊക്കെ അന്വേഷണം വരുമ്പോഴൊക്കെ ഞാൻ ഒരു അനുഭവം പറയാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ അഞ്ചാലുംകൂടെ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ദിവാകരൻ എന്ന് പറയുന്നൊരു കുപ്രസിദ്ധനായ മനുഷ്യനുണ്ട്. തെരുവീതിയിലെല്ലാം നിന്നിട്ട് യേശു മാത്രമേ ഉള്ളൂ ജീവനുള്ള ദൈവം എന്ന് വിളിച്ചു പറയുന്ന ഒരാൾ. ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യം എന്നറിയോ? ഇതൊരു കുപ്രസിദ്ധനായിരുന്നു. അപ്പനും വേണ്ട, അമ്മയ്ക്ക് വേണ്ട, ആർക്കും വേണ്ട, എഴുതി തള്ളിയൊരു മനുഷ്യൻ. 17 ക്രിമിനൽ കേസിലെ പ്രതിയായിരുന്നു. അങ്ങനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കൊണ്ട് നടച്ചതാണ്. അപ്പോൾ അവിടെ എല്ലാ ആഴ്ചയും സുവിശേഷ യോഗം നടത്താൻ വേണ്ടി പോകുന്നത് യേശുദാസൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഉപദേശിയാണ്. ആ ഉപദേശിയുടെ കൂടെ കുറേ ആൾക്കാരും കൂടെ ടീമംഗങ്ങളും കൂടെ പോകും. അപ്പം ഒരിക്കൽ പോയിട്ട് പ്രസംഗിച്ചത് യോഹന്നന്റെ ലേഖനത്തിലെ വാക്യം, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രസംഗം കഴിയുന്നവരെ എല്ലാവരും കേട്ടിരുന്നു. കഴിഞ്ഞിട്ട് ചോദിച്ചു, പ്രാർത്ഥിക്കാൻ ആരെല്ലാം മുമ്പോട്ട് വരാമെന്ന്. പലരും മുമ്പോട്ട് വന്നു. യേശു ഈ ദിവാകരൻ വന്നില്ല. ദിവാകരൻ പുറകിലിരിക്കാം. അവസാനം മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി, സെല്ലിലേക്കൊക്കെ പോയി. യേശുദാസിനും ഉപദേശിയും ടീമംഗങ്ങളും കൂടെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ട് പെതിയെ പോകാൻ വേണ്ടി ബാക്കിലോട്ട് പോകുമ്പോൾ ഏറ്റവും പുറയിൽ ഈ ദിവാകരൻ എന്ന് പറയുന്ന മനുഷ്യൻ തലകുനിച്ചിരിക്കുകയാണ്. അങ്ങോട്ട് ചെന്നിട്ട് ഒന്ന് തട്ടിയപ്പോൾ ഇങ്ങനെ മുഖം ഉയർത്തി നോക്കുമ്പോൾ കണ്ണീന്ന് കണ്ണീര് ധാരധാരയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്തിനാ കരയുന്നേ? അദ്ദേഹം പറഞ്ഞു, ഉപദേശി, ഞാനേ ആർക്കും വേണ്ടാത്തതല്ല. പിന്നെ അങ്ങ് പ്രസംഗിച്ച പ്രസംഗം എന്നെയാണ് തൊട്ടത്. പക്ഷെ ഞാൻ പല ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. എൻ്റെ അപ്പൻ എന്നെ വേണ്ട, എൻ്റെ അമ്മയ്ക്ക് എന്നെ വേണ്ട, എൻ്റെ കൂടപ്പിറപ്പുക്ക് എന്നെ എഴുതി തള്ളിയതാണ്. പക്ഷേ അങ്ങ് പ്രസംഗിച്ചില്ലേ ആ യേശുവിൻ്റെ രക്തത്തിൽ എന്നെ കഴുകാൻ പറ്റുമെന്ന്. കൊടും ക്രിമിനലായി എന്നെ കഴുകാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞു, നീ 17 കേസല്ല 17,000 ക്രിമിനൽ കേസിലെ പ്രതിയായാലും ഞാൻ പ്രസംഗിച്ച യേശുവിൻ്റെ രക്തത്തിൻ്റെ ഒരു തുള്ളി നിൻ്റെ ഹൃദയത്തിനകത്ത് വീണാൽ നീ രക്ഷപ്പെടും. അന്ന് പറഞ്ഞു കൊടുത്ത സുവിശേഷം ഈ ദിവാകരനെ ദൈവങ്ങനാക്കി. അയാൾ കവലകൾ തോറും മരിക്കുന്നവരെ പ്രസംഗിക്കുമായിരുന്നു, നിൻ്റെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കുമെന്ന്. ഇന്ന് രാത്രി കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രിയിൽ ഈ ഉച്ചഭാഷയിലൂടെ പലരും ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വചനം കേൾക്കുന്ന ചിലരെങ്കിലും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തൊടട്ടെ. നിൻ്റെ പാപത്തിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ കരുത്തുള്ള ഒരുവനേ ഉള്ളൂ, അവൻ്റെ പേരാണ് യേശു. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പെന്തക്കോസുകാരെ, ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും ജീവിതത്തിനകത്തുണ്ടെങ്കിൽ നിനക്കും വിടുതൽ പ്രാപിക്കാൻ യേശുവിൻ്റെ രക്തമല്ലാതെ മറ്റൊന്നില്ല. ഈ മീറ്റിങ്ങുകളിൽ നമ്മളും മാനസാന്തരപ്പെടണം.
പെന്തക്കോസ്തുകാരുടെ ജീവിതത്തിനകത്തും ദൈവഹിതമല്ലാത്ത അഴുക്കുകൾ കുമിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് പുറത്തു പോകാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഹൃദയംഗമായി ഞാൻ പ്രാർത്ഥിക്കുക. പലപ്പോഴും നമ്മുടെ മനസ്സിനകത്തൊരു ചിന്ത എന്നാണെന്നറിയാം, ഈ മാനസാന്തരത്തിൻ്റെ സന്ദേശം എല്ലാം നാട്ടുകാർക്കുള്ളതാണ് ആകട്ടെ, പക്ഷേ അതിനേക്കാൾ കൂടുതൽ പെന്തക്കോസ്തുകാരൻ ശരിയാകണം. കാര്യം നമ്മൾ വചനം ഇഷ്ടം പോലെ കേട്ടവരാണ്. ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോഴും ഹൃദയത്തിനകത്തേക്ക് വചനം കയറി കുത്തുകൊള്ളണം. ഇന്ന് പെന്തക്കോസ്തിന് സംഭവിച്ചൊരു മൂല്യച്യുതി എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ. ഇവിടെ ഒരു സെലിബ്രിറ്റി ഇല്ല. ഉണ്ടോ? ആരാ ഇവിടെ സെലിബ്രിറ്റി? ഇവിടെ ഒരു സെക്യുലർ മീറ്റിംഗ് ആണെങ്കിൽ ഇപ്പം നമ്മുടെ സഹോദരന്മാരെന്നൊരു വിഷയമല്ല. അവിടെ യേശുദാസോ KJ യേശുദാസോ ചിത്ര ചേച്ചിയോ ജാനകിയോ ഒക്കെ വന്ന് പാടിക്കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ട്. പക്ഷെ ഇവിടെ ഒരു സെലിബ്രിറ്റിയും പാടാനുമില്ല, പ്രസംഗിക്കാനും ഒരു സെലിബ്രിറ്റികൾ ഇവിടെ വരുന്നില്ല. പക്ഷെ ഇവിടെ ഒരു മഹാരാജാവ് വരുന്നുണ്ട്, ഒരു സൂപ്പർ ഹീറോ വരുന്നുണ്ട്. അവൻ്റെ പേര് നസേന യേശുവെന്ന. ആ കർത്താവ് ഞങ്ങളെ പോലുള്ളവരെ ഇവിടെ അയക്കുന്നത് ഇവിടെ പ്രസംഗിക്കുന്ന ഞങ്ങളോട് ആദ്യം, അതിനുശേഷം ദൈവദാസന്മാരുൾപ്പെടെ നമ്മോട് ദൂത് പറയാനാണ്. ആ ദൂത് പറയുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും തട്ടിക്കളയാതെ എനിക്കുള്ളതാന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ വിജയമാണ്. എനിക്ക് പ്രസംഗിക്കാൻ അറിയാവുന്ന ആളൊന്നുമല്ല. എൻ്റെ ഭവനത്തിന് തൊട്ടപ്പുറത്താണ് ബിൻസൺ താമസിക്കുന്നത്. ബിൻസൺ അറിയാം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെ. ഒരു 7 വർഷം മുമ്പ് കർത്താവിൻ്റെ നാവെ തൊട്ടതാ. എൻ്റെ കർത്താവിനോട് പറഞ്ഞതാ, പൊന്നു മോനെ, ഞാൻ പറയുന്ന ദൂത് നീ വിളിച്ച് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രസംഗിച്ച് തുടങ്ങുന്നേ. പക്ഷെ പ്രസംഗിച്ച് തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ, ഈ ദൂത് അതുപോലെ പറയാൻ തുടങ്ങിയപ്പോഴത്തേന് പ്രശ്നങ്ങളായി. പലയിടത്തും പ്രശ്നങ്ങളായി. പല സഭകളിലും ഞാൻ കടന്നു പോകുമ്പോൾ ദൈവദാസ സഹോദരൻ എന്നെ വിളിച്ചവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയല്ല സംസാരിക്കണം, മര്യാദയ്ക്ക് സംസാരിക്കണം. പ്രസംഗിക്കാൻ വിളിച്ച പാർഷയെ വിളിച്ചിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഇനി ആ ചെറുക്കനെ വിളിക്കല്ല, അവൻ മര്യാദയുള്ളവനല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പലവരും വന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്, പാർഷ എനിക്കിട്ട് കുത്തിയല്ലയോ പ്രസംഗിച്ച്, എന്നെ വെട്ടിയല്ലയോ പ്രസംഗിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം, ഇത് ഈ അടുത്ത കാലത്തായിട്ട് എങ്ങും ഒരു പ്രശ്നമില്ല. എൻ്റെ കാര്യം എന്നറിയാം, ഇപ്പോൾ ഏക്കുന്നൊന്നുമില്ല ആർക്കും. വന്നിരുന്ന് പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിലും അകത്തോട്ടൊന്നും വചനം കയറുന്നില്ല. ഞാൻ ഈ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു ചർച്ചിൽ പോയേ, പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോൾ ആ ചർച്ചിൽ തന്നെ പ്രമുഖനായ ഒരു മനുഷ്യൻ ഓടി ഇങ്ങോട്ട് വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ പാർശ്വ സഭയുടെ വിഷയങ്ങൾ വല്ലതും പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല. ചർച്ചിനുള്ള ദൂതായിരുന്നു മക്കളെ. ദൈവാത്മാവ് സംസാരിച്ചതാണ്. ഞങ്ങളുടെ നാട്ടിലെ പേരാ പറയുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്നോട് പറഞ്ഞാൽ മുമ്പിലിരിക്കുന്ന തങ്കച്ചന് നല്ലോണം കിട്ടിയിട്ടുണ്ട്, ഇപ്പുറത്തിരിക്കുന്ന ലിസിക്ക് കിട്ടിയിട്ടുണ്ട്, ബാക്കിലിരിക്കുന്ന സൂസമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്ന് പറയും, ഓരോരുത്തരുടെ പേര് പറഞ്ഞ് പറയാം. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, അവർക്ക് കിട്ടി, ഇവർക്ക് കിട്ടി. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് സന്തോഷം കൂടിയപ്പോൾ പുള്ളി എൻ്റെ 2 കവളയിലത്ത് ഓരോ ഉമ്മയും കൂടെ തന്നു. അകത്തോട്ട് കയറിയപ്പോൾ പാർഷനോട് ചോദിച്ചു, ആ പുള്ളി എന്തോ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞു എല്ലാവർക്കും കിട്ടേണ്ടതാ കിട്ടിയെന്ന്. അപ്പോൾ പാർഷ പറഞ്ഞു, അയാളാണ് ഇവിടുത്തെ 1ാമത്തെ പ്രശ്നക്കാരൻ, സഭയിലുള്ള പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്ന പുള്ളിയാണ്. പക്ഷെ അദ്ദേഹം പറയുകയാണ്, തങ്കച്ചനും കിട്ടി, ലിസയ്ക്കും കിട്ടി, സൂസമ്മയ്ക്കും കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല. ഇപ്പം നമ്മുടെ കുമളി സെൻട്രൽ കൺവെൻഷൻ ഇത്രയും പേരെ അകത്ത് കൊണ്ടുവന്നിരുത്തി വചനം കേൾപ്പിക്കുന്നത് നമ്മൾ ശരിയാകാനുണ്ടെന്ന് പറയാനാണ്. സുവിശേഷവും വചനവും നമുക്ക് സുഖിപ്പിക്കുന്നത് കേട്ടിട്ട് നരകത്തിൽ കൊണ്ടുപോകാനല്ല. നമ്മൾ പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ പോയേനെ. എവിടൊക്കെയോ ശരിയാകാനുള്ളത് കൊണ്ടാണ് ഒരു ദിവസവും കൂടെ കർത്താവ് തന്നത്. അപ്പോൾ വചനം കേൾക്കുമ്പോൾ കർത്താവ് നിത്യതയിൽ പോകാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടോ എന്നൊന്ന് ശോധന ചെയ്തുകൊണ്ട് ശരിയാകാൻ കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിത്തെ യോഗം വിജയമാണ്. ആ കരമൊന്നുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിത്യജീവന്റെ സന്ദേശമാണ് സുവിശേഷം. അവൻ രക്ഷാനായകനാണ്. ഒരു കാര്യം കൂടെ പറയാം. യേശു എന്തുകൊണ്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ നേതാവായത്? അവൻ നമ്മെ അറിയുന്ന നേതാവാണ്. ആ കരമൊന്നുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. അത് തന്നെ നമ്മുടെ ഒരു സന്തോഷമല്ലേ? ഇപ്പം കഴിഞ്ഞ ഒരു 2 മാസം മുമ്പായിരുന്നു നമ്മുടെ പ്രാദേശിക തലമായിട്ടുള്ള ഇലക്ഷനൊക്കെ നടന്നത്. അന്ന് ഇവിടുത്തെ നേതാക്കന്മാർക്കെല്ലാം നമ്മളെ അറിയാമായിരുന്നു. ഇപ്പോൾ ആരൊക്കെല്ലാം അറിയാമോ? ഇപ്പോൾ അറിയാമെന്നുണ്ടെങ്കിൽ സന്തോഷം. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല നേതാക്കന്മാരും നമ്മുടെ അടുത്ത് പരിചയം കാണിക്കും. പക്ഷേ അത്ഭുതപ്പെടരുത്, അത് നടിക്കുന്നതേ ഉള്ളൂ. അവർക്കാർക്കും നമ്മളെ അറിയത്തൊന്നും ഇല്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന അനൗൺസ്മെൻറ്റാണ് നമ്മളെ അറിയുന്ന. നമ്മൾ അവരെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വോട്ട് കൊടുക്കത്തുമില്ല. നമ്മളെ ഒട്ടും അറിയത്തില്ലെന്നുള്ളതാണ് സത്യം. പക്ഷേ ഞാനും നിങ്ങളും ആരാധിക്കുന്ന നായകൻ ആരാധന ഞാൻ പറയാം. നഥനയേൽ എന്ന മനുഷ്യൻ ഇങ്ങനെ നടന്ന് യേശുവിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോഴേ നഥനയേൽ പ്രതീക്ഷിച്ചത്, ഞാൻ എങ്ങനെ സെൽഫായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ചോദിക്കും, മോനെ നിൻ്റെ അപ്പൻ്റെ പേരെന്താടാ, നിൻ്റെ പേരെന്നാടാ, നീ എവിടുന്നാടാ വരുന്നത്, നിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നാടാ, ഒന്നും ചോദിച്ചില്ല. നടന്നടുത്തോട്ട് വരുമ്പോൾ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, മോനെ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പം
നിന്നെ ഞാൻ കണ്ടതാ. സക്കായി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ യേശു എന്നെ കാണണ്ടെന്നും പറഞ്ഞ് കാട്ടത്തിയുടെ മേളിൽ കയറിയിരുന്നതാ. പക്ഷെ നടന്നു പോകുന്ന വഴിയിൽ അവൻ ഇരിക്കുന്ന മരത്തിൻ്റെ താഴെ വന്നിട്ട് മേളിലോട്ട് നോക്കിയിട്ട് ഇവൻ്റെ അപ്പനും അമ്മയും ഇട്ട സക്കായിയെ എന്ന പേര് വിളിച്ചിട്ട് അവനോടൊപ്പം വീട്ടിൽ പോയവനാ എൻ്റെ നാഥൻ. ഇന്ന് രാത്രിയിൽ ഒരു സന്തോഷം ഞാൻ പറയാം. സന്തോഷം ഉണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാൽ മതി. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് നമ്മുടെ നായകനെ കുറിച്ച് എഴുതി വെച്ചു, അവൻ നമ്മെ അറിഞ്ഞും നാം അവനെ അറിഞ്ഞും വിശേഷാൽ അവൻ നമ്മെ അറിഞ്ഞും ഇരിക്കെ. ഇന്ന് രാത്രിയിൽ അടുത്തിരിക്കുന്നവർക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ നാഥൻ എന്നെ അറിയാമെന്ന് കേൾക്കുമ്പോൾ ആവേശമുണ്ടെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ ഒരു മടിയും വേണ്ട. ആരും നമ്മളെ അറിഞ്ഞില്ലെങ്കിലും അറിയുന്നൊരു നേതാവ് നമുക്കുണ്ട്. സ്വോത്രം. ഇന്ന് രാത്രിയിൽ ഒരു പക്ഷേ 100-250 പേര് ഈ മീറ്റിങ്ങിനകത്തുണ്ടാകാം. കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രി ഇത്രയും പേര് വന്നല്ലോ, ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഇതിനകത്ത് നിങ്ങൾക്കാർക്കും പ്രോഗ്രാം ഒന്നും തന്നില്ല. എനിക്ക് പ്രസംഗിക്കാൻ സമയമുണ്ട്, എന്തെങ്കിലുമൊക്കെ എനിക്ക് 9 മണി വരെ പറയാം. അധ്യക്ഷന് പറയാം. സെൻട്രൽ പാസ് പറയാനുള്ള സമയം കഴിഞ്ഞു. ഇനി അവസാനം ഒരു പ്രാർത്ഥനയുണ്ട്. ഇത്രയൊക്കെയുള്ള അവസരങ്ങൾ ഇവിടെ, ഇത്രയൊക്കെയുള്ള അവസരങ്ങൾ നിങ്ങൾക്കാർക്കും അവസരമില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ആരോടും പറയാൻ കഴിയാത്ത വേദനകളുമായിട്ട്, വിഷമതകളുമായിട്ട്, ഭാരങ്ങളുമായിട്ട് ഈ കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രി ഇവിടെ വന്നിരിക്കുന്നവരുണ്ടാവും. ഒരു പക്ഷേ കൺവെൻഷൻ വരാൻ പോലും താല്പര്യമില്ല, മനസ്സിനകം ഇളകി മറിഞ്ഞായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് രാത്രി ബൈബിൾ ഉയർത്തി എൻ്റെ നാഥനെക്കുറിച്ച് ഞാൻ പറയാണ്. ഞങ്ങൾ കാണുന്നില്ല നിങ്ങളെ, പക്ഷെ സ്കാൻ ചെയ്ത് അകത്തുകൂടെ പോകുന്ന ഭാരമറിയുന്ന ഒരപ്പൻ ഇതിനകത്തുണ്ടെന്ന് കേൾക്കുമ്പം സന്തോഷമുണ്ടെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കും. അവൻ ആ ഭാരം കാണുക മാത്രമല്ല, അവൻ നമ്മെ ചേർത്ത് പിടിച്ച വിടുതലാണ്. യേശു കല്ലറയ്ക്കൽ നിന്ന് കരഞ്ഞു, പക്ഷേ ആ കണ്ണീര് നിസ്സഹായതയുടെ കണ്ണീരായിരുന്നില്ല. 4 ദിവസമായി നാറ്റം വെച്ച ലാസറിനെ പുറത്തു കൊണ്ടുവരാൻ കരുത്തുള്ളതായിരുന്നു. നീ ഇനി കരയണ്ട എന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരത്ഭുതത്തിൻ്റെ മുന്നോടിയാത്. ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുമ്പോൾ എനിക്കുള്ള ദൂതാന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ നിന്റെ തലമുറയുടെ വിഷയമാകട്ടെ, നിന്റെ കുടുംബത്തിൻ്റെ വിഷയമാകട്ടെ, ഇന്ന് രാത്രി സ്വർഗം ഇറങ്ങി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അധരങ്ങൾ തുറന്ന് അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ. അറിയുന്നൊരു നേതാവ് നമുക്കുണ്ട്, അറിയുന്നൊരു നേതാവ് നമുക്കുണ്ട്. സുവിശേഷ യോഗമാണല്ലോ, അപ്പോൾ ദേശത്തോടും പങ്കുവെക്കുന്ന ഒരു പക്ഷേ ഇതിനകത്ത് വരാനൊരു ജാള്യത. അതുകൊണ്ട് മരത്തിൻ്റെ ചുവട്ടിൽ നിന്നോ സൈഡിൽ നിന്നോ കടയുടെ അകത്തിരുന്നോ ഒക്കെ ഈ സുവിശേഷം കേൾക്കുമായിരിക്കും. പക്ഷെ നിന്നെയും കാണുന്ന ഒരു നായകൻ എനിക്കുണ്ട്. ഞാൻ ഈ ചില നാളുകൾക്ക് മുമ്പ് നമ്മുടെ മാവേലിക്കരയ്ക്കടുത്ത് പ്രസംഗിക്കുകയാണ്. ഒരു പാവപ്പെട്ട സഹോദരൻ അങ്ങനൊരു മാർഗത്തിലുള്ള പുറത്ത് നിൽക്കുകയായിരുന്നു. വഴി കൂടെ പോവാണ്, ഒളിച്ച് നിന്ന വചനം കേട്ടെ. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ അവസാനം ചാടി അകത്ത് വന്നിട്ട് പറഞ്ഞു, എന്നെ ആർക്കും വേണ്ട, ഞങ്ങൾ പ്രാർത്ഥിച്ചാ വിട്ടെ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു. അതാണ് ഇവിടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. ഇങ്ങനൊരു ദൈവത്തെ സേവിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയല്ലോ. ആ കരങ്ങളൊന്ന് ഉയർത്തി അഭിമാനത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇപ്പോൾ ഓഫറിങ് എടുക്കും, അതിനുശേഷം മെസ്സേജ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സ്തോത്രം ചെയ്താട്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒരു വിശ്വാസത്തിൻ്റെ നായകനെ നമ്മുടെ കൂടെ കിട്ടി എന്നുള്ളത്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അങ്ങനെ ഒരു രക്ഷാനായകനെ കാണാൻ നമുക്ക് ഭാഗ്യം കിട്ടി എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ അറിയുന്നൊരു നേതാവിനെ നമുക്ക് ലഭിച്ചെന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഇനി എൻ്റെ യേശുവിനോട് നമുക്കുള്ള അപാരമായ സ്നേഹം എന്തെന്നറിയാമോ? നമുക്ക് വേണ്ടി ജീവൻ തന്ന ഒറ്റ നേതാവ്, അത് ക്രിസ്തുവാണ്. ഇന്ന് രാത്രി ദേശത്തിനോടുള്ള സന്ദേശം അതാണ്. ശക്തികുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളിങ്ങനെ PYPയുടെ സുവിശേഷ യോഗങ്ങളായിട്ട് ഇങ്ങനെ പ്രസംഗിച്ചിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ രസകരമായൊരു സംഭവം നടന്നു. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് വന്ന് ഒരു മദ്യപാനിയായൊരു മനുഷ്യനാണ് വന്ന് എൻ്റെ മൈക്ക് തട്ടി അങ്ങ് പറിച്ചു. എന്നിട്ട് പറഞ്ഞ കാര്യം, 2 വിളി ആദ്യം വിളിച്ചു. ഒന്ന് വർഗീയവാദി എന്നും വിളിച്ചു, 2 അഹങ്കാരി എന്നും വിളിച്ചു. അപ്പം നമ്മൾ ഞെട്ടിക്കണം നോക്കുകയാണ് ഇദ്ദേഹം എന്താ പറയാൻ പോകുന്നത്. അപ്പം എന്നോട് പറഞ്ഞ വാചകം ഇതാണ്, എടാ നീ എപ്പോഴും യേശു 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 എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കാതെ നീ അല്പസമയം നരേന്ദ്രമോദിയെക്കുറിച്ച് പറയണം.
എന്നിട്ട് പറഞ്ഞു, അന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അപ്പോൾ ഉമ്മൻചാണ്ടിയൊക്കെ അന്ന് നമ്മൾ സജീവമായി നല്ലൊരു മനുഷ്യനല്ലേ ഓടാ, നീ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പ്രസംഗിക്കേണ്ട 10 മിനിറ്റ്. അപ്പം ഞാൻ അന്ന് പറഞ്ഞ ഉത്തരം ഞാൻ അതുപോലെ പറയാം. ഇന്നത്തെ പോലെ എനിക്ക് പ്രതികരിക്കണമെന്ന് അറിയില്ല, പക്ഷേ അറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു. ആഗ്രഹമുണ്ട്, പക്ഷേ ഇവരാരും ജീവൻ തന്നില്ല. യേശുവിനെക്കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കാൻ കാര്യം എന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നത് ഞങ്ങളുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ മറുവിലയായി തന്നെന്ന എന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തിന് വേണ്ടി മരിച്ചവരുണ്ടാകും, ഒരു രാജ്യത്തിന് വേണ്ടി മരിച്ചവരുണ്ടാകും. പക്ഷേ എൻ്റെ കർത്താവ് സകല മാനവരാശിക്കും വേണ്ടി മരിച്ചു. അതൊരു മഹാത്ഭുതമല്ലേ? ആമേൻ. അത് മത്തായിലും മർക്കോസിലും എഴുതിയിരിക്കുന്നത് അനേകർക്ക് വേണ്ടിയെന്ന. പക്ഷേ 1 തീമോഥെയോസ് ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അനേകർക്ക് വേണ്ടി എന്നല്ല, എല്ലാവർക്കും വേണ്ടി, ഈ ദേശത്ത് താമസിക്കുന്ന സകലർക്കും വേണ്ടി ജീവൻ തന്ന് സ്നേഹിച്ച ഒരുവനേ ഉള്ളൂ. അതാണ് യേശുവെന്ന മഹാനേതാവ്. മറുവില എന്ന് പറയുമ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം എനിക്കൊരു 10 കോടി രൂപയുടെ കടമുണ്ടെന്ന് വെച്ചോ. 10 കോടി രൂപയുടെ കടം. എൻ്റെ വീടും വിറ്റാലും, എൻ്റെ വസ്തു വിറ്റാലും, എൻ്റെ വാഹനം വിറ്റാലും, ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ അത്യധ്വാനം ചെയ്താലും, എൻ്റെ കയ്യിലിരിപ്പോണ്ടാണ് ഞാൻ ആ കടം വരുത്തി വെച്ചത്, പക്ഷെ അത്യധ്വാനം ചെയ്താലും ആ കടം തീരില്ല. പക്ഷേ പ്രത്യേകിച്ച് തോമസ് പാസ്റ്റർ, ഞാൻ ലളിതമായ ഒരു ഉദാഹരണം പറയാം. തോമസ് പാസ്റ്റർ എന്നെ അത്രയ്ക്കങ്ങ് സ്നേഹിക്കുന്നത് കൊണ്ടും അദ്ദേഹം മഹാധനവാനായതുകൊണ്ടല്ല, എന്നാൽ ഞാൻ ഉദാഹരണം പറയാം. അദ്ദേഹം മഹാധനവാനായതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തു തീർക്കാൻ വകയുള്ളത് കൊണ്ടും എനിക്ക് പകരം ആ 10 കോടി രൂപ കൊണ്ടുവന്ന് എവിടൊക്കെ കൊടുക്കണോ അവിടെ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഞാനിനി ജീവിതകാലം മുഴുവൻ അത്യധ്വാനം ചെയ്താലും അദ്ദേഹത്തിന് ഇത് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഒറ്റ കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ, ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിനോടുള്ള സ്നേഹം എപ്പോഴാണ് വർദ്ധിക്കുന്നതെന്നറിയാമോ? എനിക്ക് ഇളച്ച് കിട്ടിയതോർത്താൽ സ്നേഹം കൂടിക്കൊണ്ടേയിരിക്കും. ഈ യോഗത്തിന് കടന്നു വന്ന് ചുമ്മാതിരിക്കുന്ന പുള്ളികളെ കണ്ടിട്ടില്ലയോ? പുള്ളിക്ക് ഇതിനകത്തോട്ട് കയറിയിട്ടില്ല ഇതിൻ്റെ വാസ്തവം. പക്ഷേ അകത്തു വന്ന് തുള്ളിച്ചാടുന്നവരും കൈയടിക്കുന്നവരും നാവ് തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്നത് ബന്ധനം പൊട്ടാൻ കൈയടിക്കുക അല്ല, ഇളച്ച് കിട്ടിയതിൻ്റെ ആവേശമാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവ് എന്ന് പറഞ്ഞാൽ നീതിമാനാണ്. ചെയ്ത തെറ്റിന് നമ്മൾ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ആ ശിക്ഷ സാധാരണ ശിക്ഷയല്ല, മരണശിക്ഷയാണ്. അപ്പം ദൈവിക കോടതിയിലേക്ക് ഏതാണ്ട് പ്രസംഗിക്കുന്ന ഞാൻ കയറി നിൽക്കേണ്ടതാണ്. ഈ വേദിയിലിരിക്കുന്ന ദൈവദാസന്മാരൊക്കെ ഇന്ന് മാന്യരായിട്ടിരിക്കുക, പക്ഷേ ഇവരെല്ലാം കയറി അവിടെ നിൽക്കേണ്ടതാ. ഉറപ്പാണ്, ദൈവിക കോടതി ഞങ്ങൾ കയറി നിന്നാൽ വിധിക്കപ്പെടുന്ന ശിക്ഷ മരണശിക്ഷയായിരിക്കും, ഒരു സംശയം വേണ്ട. അപ്പം അങ്ങനെ വന്നപ്പോൾ കർത്താവ് ഒരു കാര്യം ചെയ്തു. സ്വന്തം പുത്രനെ നമുക്ക് പകരമായിട്ട് ആ കോടതിയിലോട്ട് കയറ്റി നിർത്തി. വിധിക്കപ്പെട്ട ശിക്ഷ മരണശിക്ഷയാണ്. നമ്മൾ കൊണ്ട അടി മുഴുവൻ ശരീരത്തിൽ കൊണ്ട്, നമ്മളെടുക്കേണ്ട കുരിശ് തോളിലെടുത്തുകൊണ്ട് ഗോൽഗോഥാവിലേക്ക് നടന്നുപോയി. മരണവേദന എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. മരണത്തെക്കാൾ വേദന സഹിച്ച് പിടഞ്ഞു മരിച്ചെങ്കിൽ ഈ കാൽവറിയുടെ സ്നേഹം അകത്തു വ്യാപരിക്കുമ്പോൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റുക? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് പ്രസംഗിക്കുന്നത് തന്നെ ഒരു സന്തോഷവും ആവേശവും അല്ലേ? അപ്പം ഞാൻ എവിടെ പോയാലും ക്രൂശിനെ കുറിച്ച് പ്രസംഗിക്കാറുണ്ട്. അതെൻ്റെ ഒരു തീരുമാനമാണ്. എങ്ങനായാലും ക്രൂശിനെ കുറിച്ച് പ്രസംഗിക്കും. അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, മോനെ എല്ലാ യോഗങ്ങളിലൊന്നും ക്രൂശിനെ കുറിച്ച് പറയണ്ട കേട്ടോ. പക്ഷേ ഞാനിത് പറയാനൊരു കാരണമുണ്ട്. ഒന്ന്, ദൈവവചനം എന്നെ പഠിപ്പിച്ചപ്പോൾ കർത്താവൻ അങ്ങനെ പഠിപ്പിച്ചു, ക്രൂശിനെ എല്ലാ വേദികളിലും ഉയർത്തണം. ഇപ്പം നാളെ വരുന്ന ദൈവദാസന്മാരെല്ലാം അത് ചെയ്യുമെന്ന് എൻ്റെ വിശ്വാസം, ഉയർത്തണം. എന്നാൽ എന്നെ കർത്താവ് അത് കൃത്യമായി പഠിപ്പിച്ച ഒരു അനുഭവമുണ്ട്. ഇപ്പം ഞാൻ അത്യാവശ്യം കൺവെൻഷനുകളൊക്കെ എന്നെ പ്രസംഗിക്കാനൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായിട്ട് തൊടുപുഴയിൽ പ്രസംഗിക്കാൻ വേണ്ടി പോകും. നമ്മുടെ IPC ഒരു കൺവെൻഷനാണ് തൊടുപുഴയിൽ. അപ്പോൾ ഈ കൺവെൻഷന് പ്രസംഗിക്കുമ്പോൾ ചെല്ലുമ്പം എനിക്കന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനൊന്നും അറിയില്ല. അപ്പോൾ ആ ഒരു ഡ്രൈനെസ്സിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ആ വേദിയിലിരിക്കുമ്പോഴെല്ലാം എൻ്റെ മുട്ടിടിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ഇടിക്കുന്നുണ്ട്. കാരണം എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് അത്രയും ഒരു ക്രൗഡിനെ കണ്ട് പ്രസംഗിക്കുന്നത്. പിന്നെ നിങ്ങളിരിക്കുന്ന പോലെ നല്ല ഡിഫറൻസിലായിരിക്കുന്നത്. ഇപ്പം നിങ്ങളിനിയും 9 മണി വരെ ഒരു സ്വോത്രം പോലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ 9 മണി വരെ പ്രസംഗിക്കും. പക്ഷെ അന്ന് അങ്ങനല്ല, എനിക്ക് 10 സ്വോത്രം കേൾക്കണം, ഇല്ലെങ്കിൽ എനിക്ക് പ്രസംഗം വരുത്തില്ല. അപ്പോൾ അങ്ങനൊരു കാലമാണ്. അപ്പോൾ ഞാനൊന്ന് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചത് ഞാൻ ഇപ്പോഴും മറക്കത്തില്ല. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യമാണ്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഈ വചനമാണ് പ്രസംഗിക്കുന്നത്. അപ്പം
പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മാർത്ഥമായിട്ട് പറയാം, ഒരാൾ ഒരു സ്വോത്രം പറഞ്ഞില്ല. അതിന് പല കാരണങ്ങളുണ്ട്. പെന്തക്കോസ്തുകാർ വളരെ കുറവായിരുന്നു ആ മീറ്റിങ്ങിൽ, ആരും സ്വോത്രമൊന്നും പറഞ്ഞില്ല. അപ്പം അവിടെയും കൃപയാൽ എങ്ങനെയാണെന്നറിയോ, എനിക്ക് അത്ര താല്പര്യമുള്ള കാര്യം അല്ലെങ്കിലും സാഹചര്യം വെച്ച് അങ്ങനെ നമ്മൾ നടന്നേ പറ്റൂ. സ്തോത്രാഴ്ച ഇടയ്ക്ക. അപ്പോൾ അവിടെയും ഈ പ്രസംഗം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ സ്തോത്രാഴ്ചയുടെ സമയം. അപ്പം ഞാനിങ്ങനെ ക്രൂശിനെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിച്ച് ഒരു 8:20 ആയപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ മനസ്സിൽ തന്നെ ഒരു വല്ലായ്മ. കാരണം ആരും അനങ്ങുന്നൊന്നുമില്ല. പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ എല്ലാ യോഗത്തിലും വന്ന് ഉറങ്ങിക്കളയും. അപ്പോൾ ഉറങ്ങി കാണിക്കുന്നുണ്ട് ചിലർ. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ ആ വേദിയിലോട്ട് ഈ സ്തോത്രയുടെ സമയത്ത് അടുത്ത് വന്നിരുന്നത്. അപ്പം നമ്മുടെ പാസ്റ്റർ ഇരിക്കുന്ന പോലെ തൊട്ടപ്പുറത്താണ് അവിടുത്തെ ശുശ്രൂഷൻ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പൊന്നു മോനെ, 9 മണി വരെ ഇത് തന്നെ പ്രസംഗിക്കാവൂ, ഇതാടാ പ്രസംഗിക്കണ്ടേ, ക്രൂശ് തന്നെ അങ്ങോട്ട് പ്രസംഗിക്കുക. അപ്പോഴത്തേനും എൻ്റെ സകല ഡ്രൈനസും മാറി, സകല നിരാശയും മാറി. അപ്പം അദ്ദേഹം പറയുകൂടെ ചെയ്തില്ലേ. അപ്പം ഞാൻ സ്തോത്രാഴ്ച കഴിഞ്ഞോട്ട് അങ്ങോട്ട് എഴുന്നേറ്റിട്ട് പിന്നെ ക്രൂശ് മാത്രം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു 8:50 പ്രസംഗം നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു, കർത്താവിന് വേണ്ടി, ഞാൻ ഈ ക്രൂശിക്കപ്പെട്ട കർത്താവിന് വേണ്ടി എത്രമാത്രം സ്നേഹിക്കാമോ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ട് ഇനി ജീവിക്കും എന്ന് ഉറപ്പുള്ള ഒരു കൈപൊക്കാൻ പറഞ്ഞപ്പോൾ നല്ലൊരു കൂട്ടം കൈപൊക്കി. അപ്പം ആ കൈപൊക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കറിയില്ല ഇപ്പോഴും ഏത് ധൈര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവരോട് ചോദിച്ചു, യേശുവിനെ ഇതുവരെ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല, പക്ഷെ സ്വന്തരക്ഷിതാവായി സ്വീകരിക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 17 പേര് കര ഉയർത്തിക്കൊണ്ട് മുമ്പിൽ വന്നു. യോഗമെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. കാര്യം പ്രസംഗിക്കുന്ന ആരോട് ചോദിച്ചാലും മതി, ദൈവദാസന്മാർ ആരോട് ചോദിച്ചാൽ മതി, ഞങ്ങളുടെയൊക്കെ സന്തോഷം എന്താണെന്നറിയാം, പ്രസംഗിക്കുന്നെന്നുള്ളതല്ല, പ്രസംഗം എറിച്ചോ നിങ്ങൾ കൈയടിച്ചോ സ്വോത്രം പറഞ്ഞുള്ള വിഷയം. ഈ പ്രസംഗം കഴിയുമ്പം ഒരാളെങ്കിലും വന്ന് അത് എന്നോടായിരുന്നെന്ന് പറയുമ്പം ഞങ്ങൾക്കുള്ള സന്തോഷം ഭയങ്കരമാണ്. ഈ ദൈവവചനം കേട്ടോണ്ടിരിക്കുമ്പം ഞാൻ സൗഖ്യം പ്രാപിച്ച് പാസ്റ്റർ, അയ്യോ എന്നോ സന്തോഷമെന്നറിയോ. അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെടുമെന്ന് കേട്ടാൽ ഉള്ള സന്തോഷം എത്ര വലുതായിരിക്കും. ഇത് കുമളി സെൻട്രൽ കൺവെൻഷനാണ്, വിശ്വാസികളാണ് അധികം വന്നതെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും ഞാൻ ചേർത്ത് പറയാണ്, ഈ ദിവസങ്ങളിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ, ഈ ദിവസങ്ങളിൽ ഭാരങ്ങൾ മാറട്ടെ, പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാകട്ടെ. ഇനി ഞാൻ അടുത്ത പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾ ആമേൻ പറയുന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പ്രതികരിക്കണം. ഇതൊക്കെ സംഭവിക്കുമ്പോൾ തന്നെ ഒരു പാപിയെങ്കിലും ഈ ദേശത്ത് നിന്ന് ഈ ദൈവവചനത്താൽ, ഈ സുവിശേഷ യോഗത്താൽ വിടുവിക്കപ്പെടട്ടെ. അത് സംഭവിക്കുമെന്ന് ഹൃദയത്തിനകത്ത് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കരമടിക്കാവൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കരമടിച്ച ദൈവത്തെ സ്തുതിക്കാവൂ. ദൈവം അത് ചെയ്യുമെന്ന് എൻ്റെ വിശ്വാസം. അപ്പം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു പറയാൻ, പറഞ്ഞതൊത്തൊന്നും എനിക്കറിയില്ല. പറഞ്ഞിരുന്നു പാസ്റ്ററെ, അത് നിൻ്റെ ഗുണം കൊണ്ടൊന്നും അല്ലടാ, നീ പ്രസംഗിച്ചത് ക്രൂശായതുകൊണ്ട്. മനസ്സിലായോ? നിൻ്റെ ഗുണമൊന്നും അല്ല, നീ പ്രസംഗിച്ചത് ക്രൂശാണ്. ക്രൂശിനെ പ്രസംഗിച്ചാൽ ജനത്തെ തൊടുന്നത് രക്തത്തിൻ്റെ കരുത്താണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ജീവൻ തന്ന ഒരു ദൈവം. ഇനി അടുത്തിരിക്കുന്നവരുണ്ടല്ലോ, അവരെ കൈ കൊടുക്കാനൊന്നും ഞാൻ പറയുന്നില്ല, അതും രക്തത്തിൻ്റെ വിലയാണ്. ആ കാൽവറിയിലെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചു എന്ന് മാത്രമല്ല, ആ രക്തത്തിൻ്റെ ഫലമായി പുറത്തു വന്ന മർമ്മമാണ് ദൈവസഭയെങ്കിൽ അതിൻ്റെ ഭാഗമായി മാറാൻ ഭാഗ്യം കിട്ടിയവർക്കായിട്ട് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുക. സ്തോത്രം. ഈ ചർച്ച എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, ആ രക്തത്തിൻ്റെ വാല്യൂ അല്ലാതെ നമ്മുടെ കുടുംബശ്രീ പോലോ നമ്മുടെ അവിടുത്തെ ക്ലബ്ബ് പോലോ നമ്മൾ പോകുന്ന സ്കൂള് പോലോ അല്ല. കൂട്ടുവിശ്വാസിക്ക് കൊടുക്കേണ്ട വില ഭയങ്കര. ഈ ചർച്ചിനെ കുറിച്ചൊക്കെ ഒരു 50 കുറ്റം പറയുന്നതിൻ്റെ ഇടയിലും ഒരു കാര്യം ഓർക്കണം, നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ 50 പേരുള്ള സഭയാണെങ്കിൽ ഒരു 10 എണ്ണമെങ്കിലും ഒരു ദിവസം സ്തോത്രം പറയുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനയുടെ കരുത്തുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നതെന്നേ. സ്വോത്രം. പത്രോസ് കാരാഗൃഹത്തിനകത്ത് കിടക്കുകയാണ്. അവിടെ കിടന്ന് പുള്ളി പ്രാർത്ഥിക്കൊന്നുമല്ല, സുഖമായിട്ട് ഉറങ്ങുകയാണ്. പക്ഷേ അവിടുത്തെ പ്രശ്നം ഭയങ്കരമാണ്. 2 പടയാളികൾ, പിന്നെ 4 പേരുള്ള 16 ചേവകർ, 1-ാം കാവൽ, 2-ാം കാവൽ, ഇരുമ്പ് വാതിൽ. പക്ഷെ ഇദ്ദേഹം കിടന്നുറങ്ങുമ്പോഴാണ് സഭ അകത്തിരുന്ന് ആത്മാവി പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന മുകളിലോട്ട് ഉയർന്നപ്പം കാരാഗൃഹത്തിനകത്ത് ദൈവശക്തി വ്യാപരിച്ചിട്ട് ഇവൻ്റെ കെട്ടഴിച്ച് ഇവനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രിയാണ്. ഇത് ദൈവസഭയാണ് ഇതിനകത്തിരിക്കുന്നത്. ഓരോ പ്രാദേശിക സഭയുടെ കാര്യം ചിന്തിക്കണ്ട, ഇതൊരു സഭയാണ്.
രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളാണ് ഇവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നതെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരാധനയുടെ കരുത്ത് ഇവിടെ മാത്രം നിൽക്കില്ല. അകത്തളങ്ങളിൽ കെട്ടിയിട്ടിരിക്കുന്ന ചിലതിനെ രക്തത്തിന്റെ കരുത്തിനാൽ പുറത്തു കൊണ്ടുവരുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അതരം തുറന്ന് നാവ് തുറന്ന് അല്പസമയം ആത്മനിറവിൽ കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. തലമുറകളുടെ മേൽ ശത്രു വെച്ച നുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പൊളിയട്ടെ. ആത്മാവിൽ ആരാധിക്കാൻ കൃപ ലഭിച്ചവർ കരങ്ങളൊന്ന് ചലിച്ചു തുടങ്ങട്ടെ, നാവൊന്ന് ചലിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ രക്തം ക്ഷയം, യേശുവിന്റെ രക്തം ക്ഷയം, യേശുവിന്റെ രക്തം ക്ഷയം, യേശുവിന്റെ രക്തം ക്ഷയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീസസ് മറുവിലയായി തന്നവൻ ക്രിസ്തു മാത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ഒരു നേതാവിനെ കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം. ഞങ്ങളുടെ മുട്ടുകാല് തല്ലി ഓടിച്ചാലും തല തല്ലിപ്പറിച്ചാലും ഞങ്ങൾക്ക് ഉയർത്താൻ വേറൊരു നാമം ഇല്ല. യേശുവിൻ്റെ നാമം മാത്രമാണ്. കാര്യം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നത് യേശു, ഈ ദേശത്തിന് വേണ്ടി ജീവൻ തന്നത് യേശു, ലോക ജനതയ്ക്ക് വേണ്ടി ജീവൻ തന്നത് യേശു. ഇന്നും ഇന്നലെയും നാളെയും ഇങ്ങനൊരു നേതാവ് ജനിച്ചിട്ടില്ല, ജനിക്കാൻ പോകുന്നുമില്ല. അതുകൊണ്ട് രക്ഷയ്ക്ക് 10 മാർഗങ്ങളില്ല. ജീവൻ തന്ന യേശു എന്ന നാമം മാത്രം. ആ നാമത്തെ ഇന്ന് രാത്രി അഭിമാനത്തോടെ ഉയർത്തിയിട്ട് പറയാൻ മറ്റൊരുത്തരിലും രക്ഷയില്ല. യേശുവല്ലാതെ രക്ഷപ്പെടാൻ മറ്റൊരു മാർഗമില്ല. രക്തത്താല വിടുതൽ. അതുകൊണ്ട് ക്രൂശിൽ നടന്ന 3 മരണങ്ങൾ, അതിൽ ഒരു യേശു മരിച്ചത് ഒരു പാപവും ഇല്ല. പക്ഷേ വേറൊരു കള്ളനുണ്ടായിരുന്നു, തൊട്ടപ്പുറത്ത് കിടപ്പുണ്ട് രക്ഷകൻ. തൊട്ടപ്പുറത്ത് ഒന്ന് കൈ നീട്ടിയ പിടിക്കാം. പക്ഷേ വിചാരിച്ചില്ല, രക്ഷകൻ അപ്പുറത്ത് കിടക്കുമ്പോഴും നരകത്തിൽ പോയി. പക്ഷേ മറ്റൊരു കള്ളനുണ്ടായിരുന്നു, അവനാ ഹീറോ. അവൻ പിഴച്ചോട്ടമായിരുന്നു അവസാനം വരെ. പക്ഷേ അവസാനത്തെ ലാപ്പ് നല്ല സൂപ്പറായിട്ട് ഓടി. നരകത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് ക്രൂശിലൂടെ പിടിച്ച് നിത്യതയെ പോയവൻ അവൻ ഹീറോ അല്ലേ? ഇതൊരു സാധ്യതയാണ്. രക്ഷപ്പെടാൻ എപ്പോഴും സമയമാണ്. മരിച്ചില്ല, ശ്വാസം ബാക്കിയുണ്ടെങ്കിൽ അവസാന നിമിഷം പിടിച്ചു കയറാം. അതാണ് സുവിശേഷത്തിൻ്റെ കരുത്ത്. ഞാനിത് ലൈവിൽ കൂടെ പറയുമ്പം പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഫാസ്റ്റ് മിററൊക്കെ ആണെങ്കിൽ പറയാം. എന്നാലും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആരാന്നും മനസ്സിലാവും. ഇനി അടുത്ത കാലത്ത് എറണാകുളത്തൊരു വലിയ കൺവെൻഷൻ പ്രസംഗിച്ചു. അത് വർഷങ്ങളായിട്ട് നടന്നു വരുന്നൊരു കൺവെൻഷനാണേ. അപ്പോൾ അവിടുത്തെ ഒരു ദൈവദാസനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയമുണ്ട്, ചിലർക്ക് പരിചയമുണ്ട്, ദൈവദാസന്മാർക്ക് എന്തായാലും പരിചയം. 20 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലൊരു പ്രമുഖയായ ഒരു നടി, അവൾ ജീവിതം തകർന്നതാണ്. ഒരു പ്രണയനൈരാശ്യത്തിൻ്റെ പേര് ജീവിതം തകർന്ന് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഹോട്ടലിൽ വന്ന് താമസിക്കുന്നു. 7 മണി കഴിഞ്ഞപ്പം വീട്ടിലെത്തി കുളിച്ച് റെഡിയായി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. നേരെ ബാൽക്കണിലോട്ട് കയറിയിരുന്നു. ഇരുന്നപ്പോൾ തൊട്ടപ്പുറത്ത് ഗ്രൗണ്ടിലാണ് ഈ സുവിശേഷം നടക്കുന്നത്. 10-20 വർഷം മുമ്പാണ്. അന്ന് പറഞ്ഞു കൊടുത്ത ഈ സുവിശേഷം ഉണ്ടല്ലോ, നേരെ ഇവരുടെ അകത്തോട്ടം കയറി. അപ്പോൾ അവർ പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞു, പ്രസംഗിച്ച് ഉപദേശിയെ കാണണമെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ കണക്ട് ചെയ്ത് ആ ഉപദേശിയുടെ വീട്ടിൽ പോയി. അദ്ദേഹം ഇന്ന് ജീവനോടുണ്ട് കേട്ടോ, ചിലർക്കൊക്കെ അറിയാം. അദ്ദേഹം അവിടെ ഇരുത്തി സുവിശേഷം, നല്ല പച്ചയായ സുവിശേഷം പറഞ്ഞു കൊടുത്തു. അവർ കണ്ണീരോടിരുന്ന് കേട്ടു. എല്ലാം കഴിഞ്ഞിട്ട് ആ ദൈവദാസൻ പറഞ്ഞു, അങ്ങോട്ട് മുട്ടുകുത്താൻ പറഞ്ഞു, പ്രാർത്ഥിക്കാമെന്ന്. അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, 3 സിനിമയ്ക്കും കൂടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനി ഒരു 3.5-4 മാസത്തിനുള്ളിൽ എല്ലാം തീരും. അത് കഴിഞ്ഞിട്ട് ഉറപ്പ് വരും, ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കൂ. കാരണം ഞാൻ തകർന്നൊരു വ്യക്തിയാണ്. ഞാൻ ഓൾറെഡി ഡേറ്റ് കൊടുത്തു പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥിച്ചവിടുന്ന് പോയി. ഈ സംഭവം കഴിഞ്ഞ് 17ാമത്തെ ദിവസം കേരളത്തെ ഞെട്ടിച്ച ഒരു വാഹനാപകടത്തിലൂടെ അവർ ഈ ലോകം വിട്ട് യാത്രയായി. അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന സന്ദേശം ലാസ്റ്റ് സന്ദേശമായിരിക്കും. ഇനിയൊരവസരം കിട്ടിയെന്ന് വരില്ല. അപ്പം നെഞ്ചത്തോട്ടി വചനം കയറുമ്പോൾ അടിച്ചു കളയാതെ, ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം. മറ്റുള്ള മാർഗ്ഗക്കാരൊക്കെ ഒത്തിരി വർഷം കൊണ്ട് പ്രസംഗിക്കുന്നുണ്ടാകും. പക്ഷേ അച്ഛൻ ഇവിടെ പറഞ്ഞ പോലെ ഞങ്ങൾ പെന്തക്കോസുകാർ 60 വർഷമായിട്ടെങ്കിലും പ്രസംഗിക്കുകയാണ് സുവിശേഷം. ഞാൻ ഇവരെല്ലാം കാണാറുണ്ട്. നമ്മുടെ ദേവദാസനെയും കെ വി വർക്കിച്ചാനും ഒക്കെ
വളരെ പ്രായമുണ്ടെങ്കിലും പ്രിയ അപ്പച്ചനൊക്കെ തെരുവീതിലൊക്കെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുകയാണ് സുവിശേഷം സുവിശേഷം. അവർക്ക് ക്ഷീണമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് ഭാരമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ മരണം വരെ വിളിച്ചു പറയാൻ കാര്യം വേറൊരു മാർഗമില്ല രക്ഷപ്പെടാൻ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം മടങ്ങി വരാൻ. ഇന്ന് രാത്രി ഒരവസരം കൂടി കർത്താവ് തരികയാണ്. കരമൊന്നുയർത്തി അഭിമാനത്തോടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശു എന്തുകൊണ്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ നേതാവായത് പറയുന്നത് കേൾക്കണം. അടുത്ത കാര്യം, യേശു മാത്രമേ ഉള്ളൂ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ. അവൻ അത് കേൾക്കുമ്പം തന്നെ കര ഉയർത്തണം. ഒരേ ഒരു നായകൻ, ഒരേ ഒരു നേതാവ് മാത്രമേ ജീവനോടെ ഉണ്ടെന്നുറപ്പുള്ളൂ. അതെന്റെ നായകനാ. ഉമ്മൻചാണ്ടി സാർ നല്ല നേതാവായിരുന്നു, പക്ഷെ ഇന്നില്ല. ഇന്ന് എത്ര ഉമ്മൻചാണ്ടി കീ ജയ് നിങ്ങൾ എവിടെയും കേൾക്കുന്നുണ്ടോ? ഇപ്പം കല്ലറയിൽ പോയി വിളിക്കുന്ന വേറെ, അത് പോട്ടെ, അല്ലാതെ കേൾക്കുന്നില്ലല്ലോ. അതെന്താ കേൾക്കാത്തെ? ജീവനോടില്ല. വാജ്പേയിക്ക് വേണ്ടി ആരും വിളിക്കുന്നില്ല, കാരണം അദ്ദേഹം ഇല്ല. നല്ല നേതാവായിരുന്നു, ആള് പോയി. ജയലളിതയ്ക്ക് വേണ്ടി ആരും ജയ് വിളിക്കുന്നില്ല, ഇപ്പോ ജയലളിത പോയി. പക്ഷെ യേശുവിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കരമുയർത്തുന്നതിൻ്റെ കാര്യം നമുക്കറിയാം. നമ്മുടെ നാഥൻ ജീവനോടുണ്ടെന്ന്. സ്വോത്രം. ഇന്ന് രാത്രിയിലും ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ രൂപം വെച്ചിട്ടില്ല, ഇല്ല, ഇവിടെ പിക്ചർ തൂക്കിയിട്ടില്ല. പക്ഷേ ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട് സന്തോഷം അനുഭവിക്കുന്നുണ്ട് മുഖം. കൈയടിക്കുമ്പോൾ ഒരു ആവേശം, പ്രസംഗം കേൾക്കുമ്പോൾ ഒരു ആവേശം. അതെന്താ ആവേശം? ആ സന്തോഷം വന്നതിൻ്റെ കാര്യം ഇവിടെ രൂപം വെച്ചിട്ടുള്ളത് കൊണ്ടല്ല, പിക്ചർ തൂക്കിയിട്ടുള്ളത് കൊണ്ടല്ല. നമുക്കറിയാം എൻ്റെ ദൈവം ജീവനോടുണ്ടെന്നും അവൻ്റെ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നെന്നും. ആ സാന്നിധ്യം അറിയുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ആരാധന. ആ ആവേശമുള്ളവർ ഇന്നും ഉണ്ടെന്നേ, ഇന്നും ഉണ്ട്. ഞാൻ ചില ഈ അടുപ്പിച്ച് റാന്നി പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ ചില നാളുകൾക്ക് മുമ്പ് ഞാൻ റാന്നിയിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയതാ. അപ്പം അന്ന് റോമാലേഖന 8-ാം അധ്യായം ആസ്പദമാക്കിയാണ് സംസാരിക്കുന്നത്. ഞാനന്ന് പ്രസംഗിച്ച വചനം ഞാൻ ഇപ്പോഴും മറക്കത്തില്ല. യേശു ക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. ഈ വചനം പ്രസംഗിക്കുന്നത്. അപ്പം ഞാൻ പാടാറില്ല കേട്ടോ, എനിക്ക് പാടാൻ അറിയത്തില്ല. പക്ഷെ എന്നാൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഇച്ചിരി ഒരു അസുഖം തുടങ്ങിയിട്ടുണ്ട്, പാടും. അത് ആവേശം കൊണ്ട് പാടുന്നതാണ്. എന്നാലും ഞാൻ പാടിയത് എങ്ങാണ്ട് യൂട്യൂബിൽ എങ്ങാണ്ട് കിടക്കുന്നതിൻ്റെ താഴെ ആൾക്കാർ കമൻറ്റ് എഴുതിയിരിക്കുകയാണ്, അറിയാവുന്ന പണി ചെയ്യച്ചാ. മനസ്സിലായോ? എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പാടാൻ അറിയാവുന്നവൻ പാടട്ടെ, അറിയാത്ത നിങ്ങൾ എന്തിനാണ് പാടുന്നത്? അത് നല്ല കാര്യമാണ് അവർ ചോദിച്ചത്, തെറ്റൊന്നുമല്ല. എൻ്റെ പാട്ട് കേട്ടാൽ അങ്ങനെ തോന്നുകയും ചെയ്യും. പക്ഷേ ഈ ആവേശം കൊണ്ട് അങ്ങ് പാടിപ്പോകുന്നത് പിന്നൊരു സന്തോഷമാണ്. അറിയാം, ഞാനിപ്പോൾ കൺവെൻഷനെ പാടത്തുള്ളൂ, കാരണം ഇവരുള്ളതുകൊണ്ട്. ഇവരിങ്ങനെ നിരന്നിരിക്കുമല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം, ഞാൻ പാടിയാലും കുഴപ്പമൊന്നുമില്ല, എന്നെ ഇവർ തപ്പിക്കത്തില്ല. അത് ജമൽ സജാനൊക്കെ നമ്മുടെ സ്നേഹിതരാണ് വർഷങ്ങളായിട്ട്. അപ്പം പാടി തുടങ്ങുമ്പോഴത്തേന് അവർ കയറി അങ്ങ് പാടിക്കോളും. അപ്പം നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കത്തില്ലെന്ന് അറിയാം. പക്ഷേ ഇപ്പോൾ ഈ ചില സോക്കോൾഡ് പ്രൊഫഷണൽ സിംഗേഴ്സ് വന്നിട്ടുണ്ട്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ 7:30 കഴിയുമ്പോൾ അങ്ങ് പോവുക. പാട്ടെല്ലാം കഴിഞ്ഞ് അങ്ങ് പോവും. പോയിട്ട് ജംഗ്ഷനിൽ കൂടെ ഒക്കെ കറങ്ങി ചായയൊക്കെ കുടിച്ചിട്ട് ലോസ്റ്റ് 8:50 ആകുമ്പോൾ ഇങ്ങനെ പതുങ്ങി വന്ന് കയറിയെങ്കിൽ അവസാനം പാടാനാണ്. കാരണം അവർക്ക് അതങ്ങനെ പലയിടത്തും. ഇന്ന് പറയാൻ കാര്യം ഇവരാരും അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ്. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, ആരും ചായ കുടിക്കാൻ പോയില്ലല്ലോ, എല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ ഈ പ്രസംഗം അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നതിനിടയിൽ സന്തോഷം കൊണ്ട് പാടിയത് കേട്ടോ. ഞാൻ മരണത്താൽ മാറുന്ന അതിവരും പിമ്പെ പോയവർ ലജ്ജിക്കുമ്പോൾ നാം അവൻ നാമത്തിൽ ജയ് വിളിക്കുന്നു, പഴയ പാട്ടം കൊണ്ട് പാടി. പക്ഷെ പാടി തുടങ്ങി 2 ലൈൻ കഴിഞ്ഞ് 3 ലൈൻ കഴിഞ്ഞിട്ടും പുറയുന്ന ശബ്ദമില്ല, നിശബ്ദമില്ല, സ്വർഗത്തിലെ നിശബ്ദം പോലെ ഒന്നും അനങ്ങുന്നില്ല. അപ്പം ഞാൻ നോക്കിയപ്പം കാണാം ആ കസേര മുഴുവൻ കാലി, എല്ലാം പോയിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഋതമെങ്കിലും ഇട്ട് തരാൻ കീബോർഡ് വയ്ക്കുന്ന പയ്യനെങ്കിലും ഇവിടെ നോക്കിയപ്പോൾ അവനും ഇല്ല, അവരും പോയി. പിന്നെ നമ്മൾ പാടിക്കഴിഞ്ഞിട്ട് നാണം കെടാൻ പറ്റത്തില്ലല്ലോ, പാടണ്ടേ. അപ്പോൾ അതുപോലെ ഈ വെള്ളത്തിൽ വീണവൻ നീന്തുന്ന പോലെ ഞാനങ്ങ് നീന്തി. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് അറിയാം, എൻ്റെ പാട്ട് കേട്ട് അവിടെ ആരും അനങ്ങത്തില്ല. പാട്ട് പറഞ്ഞാൽ ചിലപ്പോൾ അനങ്ങും, പാട്ട് പാടിയാൽ അനങ്ങത്തില്ല. പക്ഷേ ഒരു അത്ഭുതം, പുറകിലിരിക്കുന്ന ഒരു അപ്പച്ചൻ എഴുന്നേറ്റ് നിന്ന് ചാടുകയാണ്. അത് പ്രായമുള്ളവരുടെ ചാട്ടമൊന്നുമല്ല, നമ്മുടെ പിള്ളേർ ചാടുന്ന പോലെ, കൊച്ചുങ്ങൾ ഹൈ ജമ്പ് ചാടത്തില്ല, അതുപോലെ ചാടുകയാണ്. അപ്പോൾ എതിർവശത്ത് മരുമോളിരിപ്പുണ്ട്. പിന്നീട് അത് ചർച്ച ചെയ്യാം, അതുകൊണ്ടാണ് എനിക്ക് സംഭവം കൃത്യമായിട്ട് അറിയാവുന്നത്. കൊച്ചുമക്കൾ 2 എണ്ണം പറഞ്ഞുവിട്ട് അപ്പച്ചനെ പോയി പിടിയിടാം. പിള്ളേർ പോയി അപ്പച്ചനെ പിടിച്ചിട്ട് അപ്പച്ചൻ പിള്ളേരെടുത്തത് ഒറ്റ എറി, എന്നിട്ട് അപ്പച്ചൻ ചാടുകയാണ്. മരുമോളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മരുമോളെ ചെയ്ത തെറ്റൊന്നുമല്ല, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം അപ്പച്ചനുണ്ട്. അപ്പോൾ വീണ് കിടന്നാലും നോക്കേണ്ടത് ഈ പാവപ്പെട്ട സഹോദരിയാണ്. അതുകൊണ്ടാണ് കൊച്ചുങ്ങളെ പറഞ്ഞുവിടും. യോഗം കഴിഞ്ഞിട്ട് അപ്പച്ചൻ കൊണ്ട് വന്നിട്ട് എന്നെ ഇങ്ങനെ ചേർത്ത് അങ്ങോട്ട് പിടിച്ചിട്ട് എന്നോട് ചോദിച്ചു, മോനെ ചാടിയത് ബുദ്ധിമുട്ടായോ? ഞാൻ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പച്ചൻ ചാടിയപ്പോൾ 8:45 ഞാൻ പറഞ്ഞു എല്ലാവരും ഒന്ന് മയങ്ങിയൊക്കെ വരുമായിരുന്നു. അപ്പച്ചൻ ചാടിയത് കൊണ്ട് എല്ലാവരുടെ ഉറക്കവും പോയി.
പക്ഷെ അപ്പച്ചനോട് പറഞ്ഞു, മോനെ ചാടിയതല്ലടാ, ചാടിപ്പോയതാ. 22-ാമത്തെ വയസ്സിൽ ഒരു ജാതീയ പശ്ചാത്തലത്തിൽ നിന്നും യേശുവിനെ സംരക്ഷിതമായി സ്വീകരിച്ച് അകത്ത് വന്ന ആളാണ്. ഇന്നെനിക്ക് 87 വയസ്സുണ്ട്. കഴിഞ്ഞ 65 വർഷം ഈ കർത്താവിൻ്റെ പുറകെ ഞാൻ പോയി. എൻ്റെ കൂടെ വന്നവർ, സ്കൂളിലിരുന്ന് പഠിച്ചവർ, തറയിരുന്ന് എഴുതിയവർ ഒക്കെ ജീവനില്ലാത്ത പലതിൻ്റെയും മുമ്പിൽ ഓടുമ്പോൾ ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം മരണത്തെ ജയിച്ച്, പാതാളത്തെ ജയിച്ച്, കല്ലറയെ തകർത്ത് ഇന്നും ജീവിക്കണമെന്ന് കേൾക്കുമ്പോൾ എങ്ങനാ കുഞ്ഞെ ചാടാതിരിക്കുന്നേ? ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അഭിമാനം അതല്ലേ? നമ്മൾ ഇവിടുന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ അപ്പൻ ജീവനോടുണ്ടെന്ന്. അതാ കർത്താവ് ചോദിച്ചു, ജനങ്ങൾ എന്നെ ആരെന്നാ പറയുന്നത്? നമ്മുടെ ദൈവത്തെക്കുറിച്ചൊരു വെളിപ്പാട് നമ്മുടെ അകത്ത് കറിയാതെ, നമ്മുടെ ദൈവാരാണ്, നമ്മുടെ ദൈവാരാണ്. അപ്പം അവർ പറഞ്ഞു, ചിലർ പറയുന്നു ഇരമ്യാവാണ്, ചിലർ പറയുന്നു ഏലിയാവാണ്, ചിലർ പറയുന്നു യോഹന്നാസ്നാവൻ. കർത്താവ് പറയുന്നത് നാട്ടുകാർ പറയുന്നല്ലേടാ, നിങ്ങളെന്താ എന്നെക്കുറിച്ച് പറയുന്നേ? കർത്താവിൻ്റെ മാർവോട് ചേർന്നിരുന്നൊരു പുള്ളി ഉണ്ടായിരുന്നു, യോഹന്നാൻ. ഒന്നും പറഞ്ഞില്ല. പിന്നെ പണസഞ്ചിയായിട്ട് എനിക്ക് ട്രഷറാവണമെന്ന് പറഞ്ഞ് നടന്നൊരു പുള്ളിയുണ്ട്, യൂത. പുള്ളിക്ക് ഒന്നും പറയാനില്ല, പുള്ളി അങ്ങ് മാറി. ഓരോരുത്തർ മാറിയപ്പം പത്രോസ് പറഞ്ഞു, അപ്പം ഞാൻ പറയാം അങ്ങാരാണ്, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഇത് പറഞ്ഞപ്പോഴേ പറഞ്ഞു, ഇത് എടുത്തുചാടി പറഞ്ഞതല്ല, ഇത് അപ്പനും അമ്മയും പറഞ്ഞു കൊടുത്തതല്ല, ഇതൊരു വെളിപ്പാടാണ്. എന്നിട്ട് പറഞ്ഞു, നീ അഴിച്ചാൽ അഴിയും, നീ കെട്ടിയാൽ കെട്ടും, നീ കൽപ്പിച്ചാൽ കൽപ്പിച്ചതാ, നീ പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. കാര്യം ഈ വെളിപ്പാടകത്തുള്ള നീ സാധാരണക്കാരനല്ല. ഇനി ഞാൻ PhD എടുത്താലും ഈ വെളിപ്പാടകത്തില്ലെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളില്ല. ഞാൻ ഏത് വലിയ നേതാവായാലും കൊള്ളില്ല. പക്ഷേ എനിക്കൊരു പൊസിഷൻ ഇല്ലേലും, എനിക്ക് വലിയ പഠിത്തമില്ലേലും, ഞാൻ സ്കൂളിൻ്റെ വരാന്ത പോലും കണ്ടിട്ടില്ലേലും, ഈ വെളിപ്പാട് എൻ്റെ അകത്ത് കയറിയാൽ ഞാൻ സാധാരണക്കാരനല്ല. എൻ്റെ കാര്യം മാറ്റി നിർത്തുന്നതാണ്. മുമ്പിലിരിക്കുന്ന കൊച്ചുങ്ങളില്ലേ, കുഞ്ഞുങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ വലിപ്പം നിങ്ങൾ നോക്കണ്ട. ഇന്ന് രാത്രി ആ വെളിപ്പാട് അവരുടെ അകത്തോട്ട് ഇൻജക്റ്റ് ചെയ്ത് കയറിയാൽ ആ കുഞ്ഞു തൊട്ടാലും സൗഖ്യം വ്യാപരിച്ചിരിക്കും. ഈ കുമളി സെൻറ്ററിൻ്റെ കൺവെൻഷൻ്റെ പ്രാരംഭ ദിവസം ഒരാത്മാവിലൊരു ദൂത് ഞാൻ വിളിച്ചു പറയാം. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ അധികാരമുള്ളൊരു തലമുറ ഇതിൽ നിന്ന് പുറത്തു വരണം. പാസ്റ്റർമാർ മാത്രം പ്രാർത്ഥിക്കുന്ന തലമല്ല, മറിച്ച് നീ വീട്ടമ്മയായിരിക്കാം, ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ലായിരിക്കാം, പക്ഷേ നീ സംസാരിച്ചാലും സംഭവിക്കുന്ന, തൊട്ടാലും സൗഖ്യം വ്യാപരിക്കുന്ന അധികാരമുള്ളൊരു തലത്തിലേക്ക് കുമളി സെന്ററിൽ ഒരു സമൂഹം പുറത്തു വരണമെന്ന് ദൈവാത്മാവി ദൂത് പറയുമ്പോൾ ആത്മാവിൽ ഏറ്റെടുക്കാൻ കരുത്തുള്ളവർ ദൈവത്തെ ഒരുമിച്ചൊന്ന് ആരാധിച്ചാട്ട്. പെന്തക്കോസ്തിന് സംഭവിച്ച മൂല്യച്യുതി, തിരിച്ചുവരവ് കുമളിയിൽ നിന്നാകട്ടെ. ഒരു കാലത്ത് നമ്മുടെ പിതാക്കന്മാർക്ക് പഠിത്തമില്ലായിരുന്നു, പക്ഷെ അധികാരമുണ്ടായിരുന്നു. അവർ സ്കൂളിന്റെ വരാന്ത കണ്ടിട്ടില്ല, പക്ഷെ അവർ നോക്കിയാൽ ഭൂതങ്ങൾ നിലത്തു വീഴുമായിരുന്നു. അവർ തൊട്ടാൽ സൗഖ്യം വ്യാപരിക്കുമായിരുന്നു. പക്ഷെ സംവിധാനം കൂടിയപ്പോൾ അധികാരം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഈ കൺവെൻഷനകത്ത് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തയ്യാറാണെന്ന് നീ വിശ്വസിച്ചാൽ നിന്റെ മേൽ ഒരു അധികാരത്തിന്റെ പുതപ്പ് ഇന്ന് രാത്രി സ്വർഗം ഇടുക. വിശ്വസിക്കുന്ന ദൈവമക്കളെ കരമണം ചലിക്കട്ടെ, നാവ് ചലിക്കട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ദൈവത്തിൽ നിന്ന് വലിയവ പ്രതീക്ഷിക്കണം. കാര്യം ഇവിടെ നമ്മൾ ഉയർത്തുന്നത് ദൈവപുത്രനെയാണ്. ദൈവപുത്രനെ ഉയർത്തുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് പ്രതീക്ഷ. ഇവിടെ മനുഷ്യനെ പൊക്കിയടിക്കുന്ന പരിപാടി നമുക്ക് വേണ്ട. ദൈവത്തെ ഉയർത്തുമ്പോൾ ഈ ദിവസം നടക്കുന്ന മീറ്റിങ്ങുകളിലെല്ലാം അസാധാരണമായ ദൈവപ്രവർത്തികൾ ഇതിനകത്ത് കർത്താവ് ചെയ്തിരിക്കും. അത് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. യേശു ലോകം കണ്ട ഏറ്റവും വലിയ നേതാവാണ് എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങളാണ് പറഞ്ഞു വന്നത്. അവൻ രക്ഷാനായകനാണ്, വിശ്വാസത്തിൻ്റെ നായകനാണ്, അറിയുന്ന നേതാവാണ്, ജീവൻ തന്ന നേതാവാണ്. അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. 9 മണിക്ക് മുമ്പ് മീറ്റിംഗ് തീരും. യേശു ലോകം കണ്ട
ഏറ്റവും വലിയ നേതാവാണ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു കാരണം കൂടെ ഞാൻ പറയട്ടെ. അവന് മാത്രമേ നിത്യസമാധാനം തരാൻ കരുത്തുള്ളൂ. ജീവിതത്തിൽ സമാധാനത്തിന് വേണ്ടി കൊതിക്കുന്ന ആയിരങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം, യേശു അകത്ത് വന്ന എൻ്റെ സന്തോഷം. ഞങ്ങളുടെ സഹോദരൻ 2 കോടി രൂപ 2.5 കോടി രൂപയുടെ വലിയ വീട്, ഹൗസ് വാമിങ്ങിന് ഞാൻ പോയില്ല, 2 മാസം കഴിഞ്ഞിട്ട് പോകാൻ പറ്റിയ ഓരോ റൂമും ഇങ്ങനെ കൊണ്ട് കാണിക്കുക. ഞാൻ പറഞ്ഞു, ഉഗ്രനാണല്ലോ ചേട്ടാ. ഉടനെ പുള്ളി പറയാണ്, പാസ്റ്റർ വീടെടുത്തോ, സമാധാനം താച്ചിരി. 3 മാസമായി വീട് വെച്ചിട്ട് സ്വസ്ഥമായിട്ട് ആ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടില്ല. നമുക്ക് ദൈവം സ്വസ്ഥത തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതെപ്പോഴാണെന്നറിയാം? അടുത്ത ദിവസം കർത്താവ് മരിക്കാൻ പോവാ. പക്ഷെ അടുത്ത ദിവസം കർത്താവ് മരിക്കാൻ പോവാണ്. മരണം മുമ്പിൽ നിൽക്കുമ്പോഴും കർത്താവ് പറയുന്നത്, എൻ്റെ അകത്ത് മരണഭീതിയല്ല, എൻ്റെ അകത്ത് സമാധാനമാണ്. ഇപ്പം എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. സ്വതന്ത്രം. അതിൻ്റെ കാര്യം എന്നാ? ഈ സമാധാനം അകത്ത് വന്നോണ്ടാ. ഇപ്പം പൗലോസും സീലാസും കാരാഗ്രഹത്തിനകത്ത് കിടക്കാം. ഞാൻ നേരത്തെ പത്രോസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അവനെ കൊല്ലാനുള്ള വാടാകുന്നതിൻ്റെ ശബ്ദം കേൾക്കാം. കൂടെ കിടന്നവൻ ലോകം വിട്ടുപോയി. 2 2 പടയാളി, കയ്യെ 2 ചങ്ങല. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഉറങ്ങിയെങ്കിൽ അതിനർത്ഥം സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം അകത്ത് കയറിയതാണ്. പൗലോസും സീലാസും കാരാഗ്രഹത്തിനകത്ത് കിടക്കുക. അവിടെ കിടന്ന് കാലാമത്തിലിട്ട് പൂട്ടിയിട്ടും കയ്യെ ചങ്ങല ഇട്ടിട്ടും നാവ് തുറന്ന് ആരാധിക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് ആരേലും എന്തെങ്കിലും പറഞ്ഞാൽ മതി, നമ്മുടെ സമാധാനം പോകും. പക്ഷേ ഇത്രയും പ്രതിസന്ധിയുടെ നടുവിൽ കിടക്കുമ്പോഴും കാരാഗ്രഹത്തിനകത്ത് കിടന്ന് ആരാധിക്കാൻ കഴിഞ്ഞതാണ് സമാധാനം. മനസ്സിലായോ? ഇന്ന് ഇവിടെ കടന്നു വന്നു, കര ഉയർത്താൻ പറ്റുമല്ലോ അല്ലേ? നല്ലോണം കര പറയുമ്പോഴേക്കും ഒന്ന് കര ഉയർത്തുന്നേ. കര അടിക്കാൻ പറ്റുമല്ലോ. നല്ലോണം കൈയടിച്ചേ. ദൈവത്തെ സ്തുതിക്കുന്നതിന് ഒരു മടിയും വേണ്ട. കാര്യം എന്താണെന്നറിയോ? നിങ്ങളെ വെറുതെ കൈയടിപ്പിച്ചതല്ല. പലരും വെന്റിലേറ്ററിലാണ്, കരം 2 കെട്ടിയിട്ടിരിക്കുകയാണ്, കാല് കെട്ടിയിട്ടിരിക്കുക. കൈയൊന്ന് ചലിപ്പിക്കണമെന്നുണ്ട്, പറ്റുന്നില്ല. കാലൊന്ന് ചലിപ്പിക്കണമെന്നുണ്ട്, പറ്റുന്നില്ല. ഇതുപോലൊരു കൺവെൻഷന് വരാൻ കൊതിക്കുന്ന നമ്മുടെ സെൻറ്ററിൽ പ്രിയപ്പെട്ടവരുണ്ട്. പക്ഷെ നടന്നു വരാൻ പറ്റുന്നില്ല. പക്ഷെ വീൽ ചെയർ പോലും ഉപയോഗിക്കാൻ ഇടയാകാതെ കൂളായിട്ട് വന്നിവിടെ ഇരിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കൃപയാണ്. അതുകൊണ്ട് ആരോഗ്യം ഉള്ളിടത്തോളം കര ഉയർത്താൻ ഒരു മടിയും വേണ്ട. ആരോഗ്യം ഉള്ളിടത്തോളം കരമടിക്കാൻ ഒരു മടിയും വേണ്ട. ആരോഗ്യം ഉള്ളിടത്തോളം നാവ് തുറക്കാൻ ഒരു മടിയും വേണ്ട. കാരണം കർത്താവ് തന്ന സമാധാനം നിത്യസമാധാനം. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു ദൂതും കൂടെ ഞാൻ കണക്ട് ചെയ്യാം. പക്ഷേ ദൈവത്തെ സേവിക്കുന്നു എന്ന് പറയുന്ന കുടുംബത്തിനകത്ത് സമാധാനക്കേടുണ്ടെങ്കിൽ ആൻറ്റി അങ്കിളെ സൂക്ഷിക്കണം. അതൊരു അസ്വാഭാവികതയാണ്, അതൊരു അസാധാരണ കാര്യമാണ്. ഞാൻ പല രാജ്യങ്ങളിലും പോയി, പല സ്ഥലങ്ങളിലും പോകുമ്പോൾ പലരും വന്നിട്ട് പെന്തക്കോസ്തുകാർ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയതിൻ്റെ 3ാമത്തെ 4ാമത്തെ തലമുറ ഒരു കാലത്തിൻ്റെ പ്രസ്ഥാനത്തിലെ മുൻനിരയിൽ നിന്ന പല കുടുംബങ്ങൾക്കകത്തും സ്വസ്ഥതയില്ല. അത് കർത്താവ് യെരൂശലേമിനെ നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യെരൂശലേമേ യെരൂശലേമേ, നിൻ്റെ സമാധാനത്തിനുള്ള വഴി നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കും പോലെ നിന്നെ മറയ്ക്കാൻ എനിക്ക് മനസ്സായിരുന്നു. പക്ഷെ നിനക്കോ മനസ്സായില്ല. ഒരു കോഴിക്കുഞ്ഞിൻ്റെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം തട്ടുംപുറമല്ല, അടുക്കളയല്ല, അമ്മയുടെ മാർവ. ആ തള്ളക്കോഴിയുടെ അടിയിലിരിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. ഇനി ഇപ്പുറത്തോട്ടൊക്കെ മാറിയാലും സാരമില്ല, സിഗ്നൽ കാണിക്കുന്നതാണ് ശത്രു വരുന്നേ. പക്ഷേ ഇതങ്ങ് കയറി വല്ല പുരയിടത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മ നിസ്സഹായ, കൊത്തിക്കൊണ്ട് പോവും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം നഷ്ടമാക്കിയാലും ദൈവസാന്നിധ്യം നഷ്ടമാക്കരുത്. പണ്ട് നമ്മുടെ പിതാക്കന്മാർക്കൊന്നുമില്ലായിരുന്നെങ്കിലും ദൈവിക സമാധാനം നദി പോലുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം അവരിരുന്നത് ഈ ചിറകിൻ്റെ കീഴിലായിരുന്നു. ആ അനുഭവിച്ച സ്വസ്ഥത ഭയങ്കരമാണ്. നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയൊക്കെ നെഞ്ചുപൊട്ടിക്കരഞ്ഞോണം. ഇന്ന് ഈ യോഗത്തിനകത്ത് 35 വർഷം പിന്നിടുമ്പോഴും ഇത്രയും പേരുന്ന ദൈവത്തെ സ്തുതിക്കുന്നല്ലോ.
പക്ഷെ ഒരു 50 വർഷം കഴിഞ്ഞാലും കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമ്മുടെ തലമുറ ഈ ബൈബിളിന് വേണ്ടി നിൽക്കണം. നമ്മൾ ആരാധിച്ച കർത്താവിനെ അവർ ആരാധിക്കണം. നമ്മൾ പറഞ്ഞ അന്യഭാഷ നമ്മുടെ തലമുറ പറയണം. ഇതെന്തിനായി പറയുന്നതെന്ന് അറിയാമോ? പലതിനെയും റാഞ്ചിയെടുക്കാൻ ശത്രു വട്ടമിട്ട് പറക്കുമ്പോൾ ഇന്ന് രാത്രി അമ്മയുടെ ചിറകിൻ്റെ കീഴിലേക്ക് ഓടി വരാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. പല കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥത നശിപ്പിക്കുന്ന ആ ദുഷ്ടൻ്റെ അധികാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി തകർന്നു മാറട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മീറ്റിംഗ് സമാപിക്കാൻ പോവാൻ നാവ് തുറക്കാൻ കഴിയുമെങ്കിൽ നാവ് തുറന്ന് ദൈവത്തെ സ്തുതിച്ചോണം. ഇന്ന് രാത്രി വിടുതലോടെ ഈ പന്തൽ വിട്ട് മടങ്ങാവൂ. തലമുറകളുടെ മേൽ വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ അധികാരങ്ങൾ, കുടുംബങ്ങൾക്ക് നേരെ വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ അധികാരങ്ങൾ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി മറട്ടെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരമൊന്നും ഉയർത്തല്ല, പക്ഷെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോണം. നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥത നശിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ തലമുറ വഴിപിഴച്ചു പോകുന്നുണ്ടെങ്കിൽ, പ്രതീക്ഷിക്കാത്ത പലതും ഭവനത്തിനകത്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ, ആ പിശാചിന്റെ സ്ട്രാറ്റജി ഇന്ന് രാത്രി നടക്കുന്ന ആരാധനയിൽ പൊട്ടിമാറണം. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഈ ആരാധന വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വിദൂര മണ്ഡലങ്ങളിൽ ചിലതിനെ സ്വർഗം ഇന്ന് രാത്രി തൊടുക. ശത്രു കെട്ടിയതിനെ സ്വർഗം അഴിച്ചുവിടുക. ശത്രു ഒതുക്കിയതിനെ സ്വർഗം പുറത്തു കൊണ്ടുവരിക. പരിഹാരമില്ലെന്ന് പറഞ്ഞതിനെ സ്വർഗം ഇന്ന് രാത്രി ഒരു യേശു പറയുകയാണ്. അത് ആത്മാവിൽ ദൂതിൽ കാണുന്ന പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന് സ്തോത്രം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോവാണ്. യേശു ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ്. ഇതും കൂടെ പറയാതിരുന്നാൽ പൂർണ്ണതയാവത്തിൽ ഞാൻ വ്യാഖ്യാനിക്കില്ല, പറഞ്ഞങ്ങ് നിർത്താം. അല്ല പ്രിയപ്പെട്ടവരെ, യേശു നമുക്ക് വേണ്ടി വീണ്ടും വരുന്ന നേതാവാണ്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞ് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. യേശു നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന നേതാവ്. നല്ലൊരു ഹല്ലേലൂയ പറ. യേശു നമുക്ക് വേണ്ടി നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച നേതാവ്. യേശു നമുക്ക് വേണ്ടി മരിച്ച നേതാവ്. യേശു നമുക്ക് വേണ്ടി അടക്കപ്പെട്ട നേതാവ്. നല്ല ഹല്ലേലൂയ പറഞ്ഞേ. യേശു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ നേതാവ്. യേശു നമുക്ക് വേണ്ടി സ്വർഗാരോഹണം ചെയ്ത നേതാവ്. യേശു നമുക്ക് വേണ്ടി ഇന്ന് രാത്രിയിലും പക്ഷപാതം ചെയ്യുന്ന നേതാവ്. അതേ യേശു അധികം താമസമില്ല നമ്മെ ചേർക്കാൻ വേണ്ടി മടങ്ങി വരുന്നു. മടങ്ങി വരുന്ന നേതാവ്. ആ സന്തോഷമുള്ളവർ ആവേശത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്താൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവാണ്. നമുക്കെല്ലാവർക്കും ദൈവം എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ട് ഈ കൺവെൻഷൻ്റെ പ്രാരംഭരാത്രി ലോകം കണ്ട ഏറ്റവും വലിയ നേതാവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുകയായിരുന്നു. ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് പ്രാർത്ഥിച്ച് ഒരു പാട്ടിൻ്റെ ഇരടികൾ പാടി പ്രാർത്ഥിച്ച് നമുക്ക് നിർത്താം. ഒരു ചോദ്യം. ഈ ദൂത് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കാൻ ലോകചരിത്രം കണ്ട ഏറ്റവും വലിയ നേതാവായ ക്രിസ്തുവിനെ എനിക്ക് രക്ഷകനായി സേവിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ്. പക്ഷേ ഞാൻ യേശുവിനെ സ്വീകരിച്ചെങ്കിലും ആ സാന്നിധ്യത്തിൽ പലപ്പോഴും എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് ആ സാന്നിധ്യം അധികമായിട്ട് അറിയണം. എൻ്റെ കർത്താവിനെ എനിക്ക് അധികമായിട്ട് ആസ്വദിക്കണം. എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയായിരുന്നു. ഈ ദൂത് എന്നെ തൊടുവായിരുന്നു. അങ്ങനെയുള്ളവർ മാത്രം കരങ്ങളൊന്നും ഉയർത്തിപ്പിടിച്ചാട്ട്, അങ്ങനെയുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തിയാൽ മതി. ഒരു കുഴപ്പമില്ല. കര ഉയർത്തിയില്ലെന്നും പറഞ്ഞ ഒരു പ്രശ്നമില്ല. കര ഉയർത്തിപ്പിടിച്ചവർ തലയ്ക്ക് മുകളിൽ നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എന്നോട് ആ പരിശുദ്ധാത്മാവ് സംസാരിച്ച് എന്നുള്ളവർ നന്നായിട്ട് അങ്ങനെയുള്ളവർ മാത്രം കര ഉയർത്തിപ്പിടിച്ച്, നല്ലതുപോലെ ഉയർത്തിപ്പിടിച്ച് ഈ കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രിയിൽ ഇത് 10 പേരാകട്ടെ 20 പേരാകട്ടെ, ഇതാണ് ഈ കൺവെൻഷൻ്റെ റിസൾട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ഭൗതികമായ വിഷയത്തെക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്ക് നേതാവിനെ ഒന്ന് സ്നേഹിക്കണം. എനിക്ക് ഈ കർത്താവിനെ അധികമായിട്ടൊന്ന് ഇഷ്ടപ്പെടണം. തുറന്ന് എല്ലാവരും അധരം തുറന്നൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ കരമുയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ അപ്പനെ അധികം സ്നേഹിക്കാൻ കർത്താവെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവേ,
ഈ കർത്താവിനെ കുറിച്ചുള്ള യഥാർത്ഥ അറിവ് കിട്ടിയിട്ട് ഒരധികാരത്തോടെ എനിക്ക് പുറത്തു പോകണമെന്നുള്ളവരും കൂടെ ഒന്ന് കരം ഉയർത്തിപ്പിടിച്ച്, അങ്ങനെയുള്ളവരെ ഒന്ന് കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ഇങ്ങനെ ഓരോരുത്തരും കരം ഉയർത്തിപ്പിടിക്കുമ്പോൾ അവരുടെ മേൽ അദൃശ്യമായ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്നുണ്ട്. ഞങ്ങൾ ആരും അന്ന് തലേ കൈവെക്കണ്ട കേട്ടോ, പക്ഷേ കർത്താവ് ഇന്ന് രാത്രി കരം തൊടുക 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 തൊടുക. നാവ് തുറന്ന് പ്രാർത്ഥിച്ചാട്ടപ്പാ, ഒരു അധികാരം ഇന്ന് രാത്രി, അധികാരം ഒന്ന് രാത്രി എൻ്റെ